للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ അവറുകളെ, സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിവന്യരായ സയ്യിദ് അവറുകളെ, ഈ അനുഗ്രഹീത സംഗമത്തിൽ എത്തിച്ചേർന്ന വന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മ പെങ്ങന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ അള്ളാഹു നിറവേറ്റിത്തരട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിന്റെ കറപുരണ്ട കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. റഹ്മാനായ റബ്ബേ, പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലരും ശിഫ നൽകണമേ തമ്പുരാനെ. രോഗങ്ങളൊക്കെയും നീ ശിഫയാക്കണമേ അല്ലാ. രോഗങ്ങൾക്കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നുകളും ടെസ്റ്റുകളുമൊക്കെയായി കഴിയേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഇലാഹായ നാഥാ, ഞങ്ങളെ മക്കളാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷ. അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണമേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷവിധാനത്തിൽ, കൂട്ടുകെട്ടിൽ എല്ലാം ഖൈറ് വിധിക്കണമേ അല്ലാ. ഇതിലേതെങ്കിലും ഒരു ആമീൻ നീ കബൂലാക്കണേ തമ്പുരാനെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പൂവണിയാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് നൽകണേ അല്ലാ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമായി നടക്കുന്നവർക്ക് അതിലൊക്കെ വലിയ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, പലരും വിദേശത്ത് പ്രതിസന്ധിയുടെ മുൾമുലയിലാണ് പലരും. അല്ലാഹുവേ, അവർക്കൊക്കെയും എല്ലാവിധ ബറക്കത്തും വിജയവും നൽകണമേ അല്ലാ. പ്രത്യേകിച്ച് പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ ഈ പരിപാടിയുമായി പല വിധത്തിലും സഹകരിച്ചവരാണ്. പലരും ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ മഈശത്തിന്റെ വഴികളിൽ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. അവിടെയുള്ള തീരുമാനങ്ങളൊക്കെയും അവർക്ക് അനുകൂലമാക്കണമേ തമ്പുരാനെ. ഹലാലായ ഖൈറായ സമ്പാദ്യവുമായി സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹുവേ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള കൂട്ടായ്മയിലൂടെ ഈ പരിപാടിയിലേക്ക് പലവിധ സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹുവേ, ഒരു തമിഴ്നാട് സ്വദേശി 5000 രൂപയാ സംഭാവന നൽകിയിരിക്കുന്നത്. ആ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ നിറവേറ്റണമേ അല്ലാ. ഇലാഹായ നാഥാ, സ്വർണ്ണച്ചിറ്റ്
സംഭാവന നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഉമ്മയുണ്ട്. എല്ലാ ബറക്കത്തും ചൊരിയണമേ അല്ലാ. മദ്രസക്ക് വേണ്ടി സ്ഥലം നൽകിയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ സന്തോഷവും ഇരു വീട്ടിലും നൽകണമേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരി, സഹോദരങ്ങൾ പലരും അല്ലാഹുവേ ഓടക്കൽ കുഞ്ഞിമാന് മുസ്ലിയാർ എന്ന ഈ നാടിന്റെ വലിയ പണ്ഡിതന് വഫാത്തായി. അല്ലാഹുവേ അവർക്കൊക്കെയും ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷമാക്കണമേ അല്ലാ. ഞങ്ങളും മരണപ്പെടേണ്ടവരാണ്. ഖബർ റാഹത്താക്കണമേ അല്ലാ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയരുത് റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളല് കൊണ്ട്, ജൂദ് കൊണ്ട് ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തണമേ അല്ലാ. അതിനൊക്കെയുള്ള കാരണമായി ഈ ആമീനുകൾ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ചെറുപ്പക്കാരുടെ, സഹോദരന്മാരുടെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലാ, അവരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. എല്ലാ വിജയവും ചൊരിയണമേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും മുതൽ കൂട്ടാക്കണമേ തമ്പുരാനെ. ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെയും നൽകണമേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ ഫضل കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു മജ്ലിസിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ഒരു മജ്ലിസിൻ്റെ ഉദ്ഘാടനം വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അഭിവന്യരായ തങ്ങളവർകൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. മാസങ്ങളോളം വിശദീകരിക്കാനുള്ള അതിപ്രധാനപ്പെട്ട ചില തത്വങ്ങളാണ്, സന്ദേശങ്ങളാണ് അഭിവന്യരായ തങ്ങളവർകൾ നമ്മൾ കേൾപ്പിച്ചിട്ടുള്ളത്. അത് വിജ്ഞാനത്തിൻ്റെ സത്തയാണ്. നമ്മൾ ചറ്റക്കുടിലാണ്. സ്വദേശത്തല്ല നമ്മളുള്ളത്, സ്വദേശം സ്വർഗ്ഗാണ്. അങ്ങോട്ട് എത്തിപ്പെടണം. അതിനൊക്കെയുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണിത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വീട് മാറിപ്പോയാൽ നമ്മൾ കുടുങ്ങിപ്പോവും. നമുക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. അങ്ങോട്ട് എത്തിപ്പെടണം. വഴി മാറിപ്പോയാൽ എത്തിപ്പെടുന്നത് കത്തിക്കാളുന്ന നരകത്തിലേക്കായിരിക്കുമല്ലോ. അള്ളാഹു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നരകം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പം തന്നെ മാറ്റട്ടെ. അള്ളാഹു നമ്മളെ സ്വർഗക്കാരിൽ പെടുത്തി തരട്ടെ. നരകത്തിൻ്റെ വഴികളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആ സ്വർഗം നേടാൻ ഏറ്റവും അനിവാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. സ്വർഗം കിട്ടണമെങ്കിൽ ഇന്ന് പറയുന്ന വിഷയം അത് കേട്ട് മനസ്സിലാക്കി പരമാവധി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്താ വിഷയം? വിഷയം ഉമ്മയും ഉപ്പയും. അതാണ് വിഷയം. അത് വലിയ വിഷയം തന്നെ. കാരണം അവരുടെ പൊരുത്തം കിട്ട് കിട്ടിയാലേ അള്ളാൻ്റെ പൊരുത്തം കിട്ട് കിട്ടുള്ളൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എത്ര വലിയ സമ്പന്നനായിട്ടും കാര്യമില്ല, എത്ര വലിയ ഹാജിയായിട്ടും കാര്യമല്ല, എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാര്യമല്ല. വാപ്പാൻ്റെ പൊരുത്തല്ല, ഉമ്മാൻ്റെ പൊരുത്തല്ല. എന്നാൽ പിന്നെ അള്ളാൻ്റെ പൊരുത്തം ഈ അമലോണ്ട് കിട്ടൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിലേക്കുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ ബഹുമാനിച്ചേക്ക്. അതുകൊണ്ട് നമുക്ക് ഹൈറേ കിട്ടുള്ളൂ. മുത്ത് റസൂലിൻ്റെ രക്തല്ലേ. അള്ളാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അഹ്ലുബൈത്തിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം. അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ.
അത് മുത്ത് റസൂലിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അഹ്ലുബൈത്തിനെ ആദരിക്കുന്നത് ഹബീബായ നബിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹു ബഹുമാനിച്ചവരെയൊക്കെ ബഹുമാനിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മുഅ്മിൻ, അള്ളാഹിൻ്റെ പൊരുത്തം വേണ്ടേ? അള്ളാഹിൻ്റെ പൊരുത്തം വേണ്ടേ? എങ്ങനെയാണ് അള്ളാഹിൻ്റെ പൊരുത്തം? ഹബീബായ നബി പറഞ്ഞതാണ്, റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ, റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തം നേടുന്നതിലാണ് അല്ലാഹുവിന്റെ പൊരുത്തമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഉമ്മയെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാപ്പയെ. ബാപ്പയെയും ഉമ്മയെയും പരിഗണിക്കാത്തവർ അവർ പിന്നെ ആരെ പരിഗണിച്ചിട്ടും കാര്യമില്ല, അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെ എല്ലാ പൊരുത്തും സമ്പാദിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. പലരും മൺമറഞ്ഞു പോയി, ഖബറിൻ്റെ കഥയറിയൂല. അള്ളാഹുവേ, അവരുടെ ഖബറൊരിക്കലും പാമ്പുകൾക്കും തേളുകൾക്കും പുഴുക്കൾക്കുമൊക്കെയുള്ള താവളമാക്കരുത് പടച്ചവനെ. അവരുടെ ഖബർ അവർക്ക് സന്തോഷാക്കി കൊടുക്കണേ റബ്ബേ. ഈ ആമീൻ്റെ ഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അതുകൊണ്ട് ഉമ്മാൻ്റെ പൊരുത്തം, ബാപ്പയുടെ പൊരുത്തം അത് നമുക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഉമ്മയെയാണ്. പലപ്പോഴും പലരും നേരെ തിരിച്ചാണ്. ഉമ്മാനോടെന്തും പറയാം, ഉമ്മാനോട് എങ്ങനെ ഒച്ചുണ്ടാക്കാം, ഉമ്മ പറയുന്ന അനുസരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വിഷയമൊന്നുമല്ല. അങ്ങനെ ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനേറ്റവും വലിയ പരാജയമാണ്. അള്ളാഹു കാക്കട്ടെ. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നമ്മൾ ഏറ്റവും മയത്തോടും ഏറ്റവും മാന്യമായും ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടുകൂടും പെരുമാറേണ്ടത് ഉമ്മയോടാണ്. ഇത് തിരിച്ചറിഞ്ഞാലേ രക്ഷപ്പെടാൻ കഴിയും. ഹബീബ നബി പറഞ്ഞതല്ലേ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെന്ത് ചെയ്തിട്ടും കാര്യമില്ല, സ്വർഗം കിട്ടണമെങ്കിൽ അത് ഉമ്മയെ പൊരുത്തപ്പെടൽ, ഉമ്മയുടെ പൊരുത്തം സമ്പാദിക്കലാണ് വഴിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളിൽ ഒരാൾ ഹബീബ നബിയോടൊരിക്കൽ ചോദിച്ചു, അല്ല നബിയെ, എനിക്ക് രക്ഷപ്പെടണം, അതിന് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? വല്ലാത്തൊരു ചോദ്യമാണ്. മാനുഷിക ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം, മാനുഷിക ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടം. പഴാന സഹാബികളിൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സുഹ്ബതി യാ ഹബീബല്ലാഹ്. നബിയേ, ഞാൻ പെരുമാറുന്നതിൽ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാ? എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് നബിയേ? അന്നത്തെ കാലഘട്ടത്തിൽ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട്. കാരണം യാതൊരു നിലയിലും മാനുഷിക ബന്ധങ്ങൾക്കും പരസ്പര ബാധ്യതകൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടം. ആരെയും എങ്ങനെയും ആക്രമിക്കുക, ചീത്ത പറയുക, ഏത് നിലക്കും അവരെ ബുദ്ധിമുട്ടിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്ത വിധം കണ്ടിരുന്ന കാലഘട്ടം. അപ്പോഴാണ് ചോദ്യം, ഹബീബ്, ഞാൻ ഏറ്റവും ബാധ്യതപ്പെട്ടതാരോടാണ്? ഏറ്റവും നന്നായി പെരുമാറേണ്ടതാരോടാ? ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാ, നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സൗമ്യമായി, ഏറ്റവും സ്നേഹത്തോട്, ഏറ്റവും സന്തോഷത്തോട്, ഏറ്റവും മയത്തോടുകൂടെ പെരുമാറേണ്ടത് ഉമ്മുഖ, നിന്റെ ഉമ്മാനോടാണ്, നിന്റെ ഉമ്മയോടാണ്. അയാൾ മറുപടിയൊക്കെ കേട്ടു. പിന്നെ ചോദിച്ചു, സുമ്മൻ യാ റസൂലല്ലാഹ്, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരോടാ? ഏറ്റവും ഒന്നാമത്തെ ബാധ്യത ഉമ്മയോട്, പിന്നെ ആരോടാ? അതിനും മറുപടി ഉമ്മുക്ക, രണ്ടാമതും നിന്റെ ഉമ്മാനോടാണ്. അത് വല്ലാത്തൊരു മറുപടിയാ മുഅ്മിനേ.
അത് ഭയങ്കര മറുപടിയാ. ഹബീബായ നബി പറയാ, രണ്ടാമതും നിന്റെ ഉമ്മാനോടാണ്. പിന്നെ ആരോടാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി ഉമ്മുക. മൂന്നാമതും നീ ഏറ്റവും പരിഗണിക്കേണ്ടത് ഉമ്മയോടാണ്. അതിന് ബാപ്പാര് ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല, കാരണം അതിന് മാത്രം സഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മമാർ. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ബാക്ക് പേജിൽ വിഷണ്ണയായി തൻ്റെ സഞ്ചിൻ കെട്ടു പിടിച്ച് ഇരിക്കുന്ന ഒരു മാതാവിൻ്റെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരമ്മയുടെ ഫോട്ടോ. അമ്മ, ഉമ്മ, മാതാവ്, പഠിച്ചവനെ നൊന്ത് പ്രസവിച്ചവരല്ലേ. വിഷണ്ണയായി ഒരു ഉമ്മ ഇരിക്കുന്ന ഫോട്ടോ, കരളലിയിക്കുന്ന കഥയാണ് ആ അമ്മയുടെ കഥ, ആ മാതാവിൻ്റെ കഥ. മക്കളെ കൊണ്ട് വാപ്പാർക്കുമാർക്കും സമാധാനം കിട്ടേണ്ടതിന് പകരം മക്കളെ പേടിച്ച് കഴിയേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഗതികേടെന്താ? അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. അള്ളാഹു മക്കൾക്കൊക്കെ അനുസരണ ബോധം കൊടുക്കട്ടെ. അള്ളാഹു തആല നല്ല ബുദ്ധിയും നല്ല ചിന്തയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി പറയാൻ, മൂന്നാമതും നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ് നബിയെ എന്ന ചോദ്യത്തിന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി അബൂക്ക്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉമ്മ, പിന്നെ നിന്റെ ബാപ്പ. ഉമ്മയും ബാപ്പയും കഴിഞ്ഞിട്ട് ഭൂമിയിൽ ആരുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിൽ ഒരുത്തൻ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അവന് വിജയം സുനിശ്ചിതം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അങ്ങനെയാ, എത്രയാണ് അവർ സഹിച്ചത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യം പറഞ്ഞ ഉടനെ പിന്നെ പറയും, അതുകൊണ്ട് മാത്രം രക്ഷല്ലട്ടോ, ഉമ്മാനും ബാപ്പാനും തൃപ്തിപ്പെടുത്തണം. ഖുർആൻ പല സ്ഥലങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മുഅ്മിനേ, ഇത് ശ്രദ്ധിക്ക മുഅ്മിനേ, അല്ലാഹുവിന്റെ ഖുർആൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയതാ. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചതാണ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ ഇബാദത്ത് പൂർണ്ണമായും അല്ലാഹുവിന് വേണ്ടിയാവണം. ഇബാദത്ത് മറ്റുള്ളവർക്ക് സമർപ്പിച്ചാൽ അതാണല്ലോ ശിർക്ക്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹ്ക്ക് മാത്രമേ ആരാധന പാടുള്ളൂ. ഉടനെ പറഞ്ഞ കാര്യമേതാണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹുവിന് വഴിപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, 5 നേരത്തെ കൃത്യമായ നിസ്കാരം കൊണ്ട് മാത്രമായില്ല, പരിശുദ്ധമായ നോമ്പെടുക്കൽ കൊണ്ട് മാത്രമായില്ല, ഖുർആൻ ഓതി റബ്ബിന് വഴിപ്പെടൽ കൊണ്ട് മാത്രമായില്ല. ഒരുപാട് സമ്പാദിച്ചു, അതൊക്കെ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. രക്ഷപ്പെടണമെങ്കിൽ അടുത്ത കാര്യം അല്ലാഹു പറയുകയാ, വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഗുണം ചെയ്യാൻ നിനക്ക് കഴിയണം. ആ ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കൂ എന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പറയാണ്, അവരോട് അങ്ങേയറ്റം കരുണ കാണിക്ക്, നല്ല വാക്ക് പറ. നിന്റെ വാക്ക് കൊണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിന്റെ സഹവാസം കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടട്ടെ. വലാ തഖുൽ ലഹുമാ ഉഫിൻ. എന്തിനാ വാപ്പ നിങ്ങൾ അങ്ങോട്ട് പോയത്? എന്തിനാണ് മങ്ങളെ കല്യാണത്തിന് പോയത്? എന്തിനാണ് മങ്ങൾ ഈ പണിക്ക് നിന്നത്? നിങ്ങളെന്താ അമ്മ അത് ചെയ്യാത്തത്? അങ്ങനെ എന്ന ഒരു വാക്ക് പോലും നിന്റെ പാപ്പയോട് നിന്റെ ഉമ്മയോട് നീ പറഞ്ഞു പോകരുത് എന്ന് അള്ളാന്റെ ഖുർആന്റെ ആയത്തിൻ്റെ നസ്സാണ്. ഇത് ചിന്തിക്കണം. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ എന്തൊരു റാഹത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ വിദ്യാർത്ഥികളുമൊക്കെ നമ്മുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളൊരു പരിപാടി. പക്ഷേ ചെറുപ്പക്കാരെ, പലപ്പോഴും നമ്മൾ വീട്ടിൽ മോശമായ നിലക്ക് പെരുമാറും. നാട്ടിലൊക്കെ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിലുള്ളവരോട് അത്ര മയത്തിലല്ല പല ചെറുപ്പക്കാരും പെരുമാറുന്നത്. ഇതൊക്കെ സങ്കടത്തോടുകൂടെ പലപ്പോഴും പലരും വന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരോട്, പ്രത്യേകിച്ച് ഉമ്മയോട്, ഉപ്പയോട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി حملته أمه وهنا على وهن وفصاله عامين أن اشكر لي ولوالديك إلي المصير. അല്ലാഹു പറയുകയാണ്, ഇലാഹായ റബ്ബ് പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമേ എന്നത് മനുഷ്യനോടുള്ള എൻ്റെ വസിയത്താൻ. ആദ്യം പാപ്പാനും ഉമ്മാനും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. വവസ്സൈന, നാം വസിയത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വസിയത്താണ്. ലിൽ ഇൻസാനി, ഓരോ മനുഷ്യനോടും. എന്താ വസിയത്ത്? ബിൽ വാലിദൈനി ഇഹ്സാന, നീ നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും കഴിവിൻ്റെ പരമാവധി ഗുണം ചെയ്യണം. അവർക്ക് നിന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവാൻ പാടുള്ളൂ. ആ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. അത് എൻ്റെ വസിയത്താണ്. ആദ്യം ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും കാര്യം കണ്ട് പറഞ്ഞു. പിന്നെ പറയുന്നതോ ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ചല്ലേ മുഅ്മിനേ ഞാൻ ഈ പറയുന്നത്. ഇത് ഗൗരവമായി കണക്കിലെടുത്താൽ മാത്രമേ അല്ലാഹുവിന്റെ പൊരുത്തം നേടി ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പറയാ ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അവൻ ചിന്തിച്ചിട്ടില്ലേ അവൻ്റെ ഉമ്മയെക്കുറിച്ച്? അവന് ആ ഉമ്മ ഗർഭം ധരിച്ചു. ഹമലത്ഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു. വഹ്നൻ അലാ വഹ്ൻ, ഒരു പ്രയാസത്തിൻ്റെ മേൽ മറ്റൊരു പ്രയാസം, വീണ്ടും പ്രയാസം. ഇങ്ങനെ മാസങ്ങളോളം പ്രയാസങ്ങൾ സഹിച്ചിട്ടല്ലേ നിൻ്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത്? എന്താണ് അതിൻ്റെയൊക്കെ ഒരു പ്രയാസം? ഒരു ഗർഭിണിക്ക് ഒന്ന് കമിഴ്ന്ന് കിടക്കാനുള്ളൊരു ആഗ്രഹത്രയിക്കാരം. ഡോക്ടർമാർ പറയാറ്, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ എങ്ങാനും നിങ്ങൾ തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഇരുന്നിട്ട് വേണം ഒന്ന് തിരിഞ്ഞു കിടക്കാൻ. എന്തെല്ലാം ത്യാഗങ്ങളാണ് മുഅ്മിനെ ആ സമയത്ത് അവർ അനുഭവിക്കുന്നത്. എന്നോട് തന്നെ ഒരിക്കൽ കണ്ണീരോടുകൂടെ ഒരു സഹോദരൻ പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ മകൻ്റെ സ്വഭാവം ഒന്ന് നന്നാവാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്തേന്ന് ചോദിച്ചാൽ ഉമ്മാരാ ബാപ്പാരാ എന്നുള്ള യാതൊരു ബോധവും എൻ്റെ മകനില്ല. ബാപ്പാരാ ഉമ്മാരാ എന്നുള്ള ബോധമല്ല. എന്നിട്ട് പറയും ചെയ്തു, 2-3 ദിവസം മുമ്പ് വീട്ടിലൊരു തർക്കമുണ്ടായി. എൻ്റെ പെണ്ണുങ്ങളും അവനും കൂടിയും, എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ മോനും കൂടിയും വീട്ടിൽ ചെറിയൊരു തർക്കമുണ്ടായി. അതായത് ഉമ്മയും മോനും. അതിൽ ഒരു മകൻ ഒരിക്കലും ഒരു ഉമ്മയോട് പറയാൻ പാടില്ലാത്ത ചില വർത്തമാനങ്ങൾ എൻ്റെ മോന് എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു. സഹിക്കാൻ കഴിയാതെ അവൾ കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇത് പറ, ഇതൊക്കെ നീ തന്നെ പറയണം. അതിനാണല്ലോ 9 മാസം നിന്നെ ഞാൻ ഈ വയറ്റിലിട്ട് നടന്നത്. നീ ഇതന്നെ പറയ്, നിൻ്റെ അടുത്ത് നിന്നെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തയക്ക് എൻ്റെ മോൻ ചോദിക്കുക, 9 മാസങ്ങൾ എന്നെ വലത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങക്ക് അതിന് വാടക വേണ്ടത്? എൻ്റെ മോന് എൻ്റെ ഭാര്യയോട് അവൻ്റെ ഉമ്മയോട് ചോദിക്കുക, 9 മാസങ്ങൾ എന്നെ വലത്തിയിട്ടുണ്ട്, എന്താ അങ്ങക്ക് അതിന് വാടക വേണ്ടത്? ഇനി ആ വർത്താനം എന്നോട് പറയരുത്. നിങ്ങൾ ആലോചിക്കും മുഅ്മിനെ, എത്ര നന്ദി കെട്ട വാക്കാണിതൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കുരുത്തും പൊരുത്തും വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളോടൊക്കെ ഏതെങ്കിലും നിലക്ക് ഒരു വെറുപ്പ് അവരുടെ കൽബിൽ വന്നു പോയി, അങ്ങനെ അവർ മരിച്ചു പോയാൽ നമുക്ക് പരാജയമായിരിക്കുമല്ലോ. അള്ളാഹു കാക്കട്ടെ.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ ഇതു നിസാരമല്ല. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ഒരു പ്രയാസത്തിന്റെ മേൽ മറ്റൊരു പ്രയാസം സഹിച്ച അവർ നിങ്ങളെ ഗർഭം ചുമന്നിട്ടുള്ളത് വഫിസാലുഹു ആമീൻ. 2 കൊല്ലത്തോളം നിങ്ങൾക്ക് മുലയൂട്ടിയല്ലോ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ. എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. എല്ലാ നിഅമത്തും ചെയ്തു തരുന്നത് അല്ലാഹുവാണ്. ആ നിഅമത്തിനെ ഓർത്ത് റബ്ബിന് നന്ദി കാണിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, അത് പറഞ്ഞ ഉടനെ അതേ ഗൗരവത്തിൽ അല്ലാഹു പറയുകയാണ് വസ്കുർലി വലിവാലിദൈക്. എനിക്ക് മാത്രം പോരാ, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദി കാണിക്കണം. കാണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഓർത്തോളൂ, ഇലയ്യൽ മസീർ, എന്നിലേക്കാ നിങ്ങളെ മടക്കം വെറുതെ വിടൂല. ദുനിയാവിലും കുടുങ്ങും, ആഖിറത്തിലും കുടുങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് മുഅ്മിനെ ഉമ്മാക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സ്ഥാനം? ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് 9 മാസങ്ങൾ എന്നെ ഒലത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങക്ക് വാടക വേണ്ടത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കടത്ര എത്രയാണ് അതിൻ്റെ വേദന. അള്ളാഹു കാക്കട്ടെ. എന്താ ഗർഭാശയത്തിൻ്റെ വില? എന്താണ് അതിൻ്റെ വില? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് പറയട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം കഅബാലയത്തിന്റെ പരിസരത്ത് നിൽക്കുകയാ. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടു. ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഉമ്മ വിഷമം സഹിച്ച് ഗർഭം ധരിച്ച് പ്രസവിച്ചല്ലോ. ആ ഉമ്മയോടുള്ള ബാധ്യത എന്ത് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് ഉപകരിക്കും. ഇത് ശ്രദ്ധിക്കും മുമ്പിനെ. അല്ലാഹു തആല ഇതൊക്കെ ഉൾക്കൊണ്ട് നന്നാവാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മൾ ഉമ്മാനെയും ബാപ്പാനെയും അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. അവരോടൊന്നിച്ച് സ്വർഗത്തിൽ കഴിയാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കഅബാലയത്തിന്റെ പരിസരത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അന്നഹു റആ റജുലൻ യമാനിയൻ യതൂഫു ബിൽ ബൈത്ത് യഹ്മിലു ഉമ്മഹു വറാഅ ലഹ്രിഹി. ഇബ്നു ഉമർ തങ്ങൾ ഒരു കാഴ്ച കണ്ടു. എന്താണ് കാഴ്ച? യമൻകാരനായ ഒരാള് കഅബാലയം തവാഫ് ചെയ്യുകയാണ്. യഹ്മിലു ഉമ്മഹു വറാഅ ലഹ്രിഹി. അയാള് തൻ്റെ ഉമ്മയെ തൻ്റെ പുറത്ത് ചുമക്കുകയും ചെയ്തിരിക്കുന്നു. തവാഫ് ചെയ്തവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. കുറച്ചോനെ ഹാജിമാര് ഹറമുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാ സംരക്ഷണവും കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ സംരക്ഷണവും അവർക്ക് കൊടുക്കട്ടെ. എല്ലാ അമലുകളും നേരത്തിന് സ്വീകാര്യമായ നിലക്ക് ചെയ്ത് റാഹത്തായി തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ദുരിതങ്ങൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ ഞെടുക്കുന്ന വിധത്തിലുള്ള ദുരന്തങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ആ ഹജ്ജിൻ്റെ മുമ്പ് തന്നെ ക്രെയിൻ അപകടത്തിൽ നമ്മുടെ കേരളക്കാരിയായ പാലക്കാട്ടുകാരിയായ മുഹ്സിന എന്ന ഒരു സഹോദരി ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ, മിനയിൽ ദുരന്തത്തിൽ 1000 ആളുകൾ, ആയിരങ്ങളാണ്. നമ്മൾ പത്രത്തിൽ കണ്ടതുപോലെ ഒന്നുമല്ല കാര്യം. ഞങ്ങൾ താമസിച്ചിരുന്ന ടെൻറ്റിൻ്റെ നേരെ പിന്നിലുള്ള റോട്ടിലായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്. അന്ന് പോയി നോക്കുമ്പോൾ അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തേക്ക് മയ്യത്തുകൾ അങ്ങനെ കടത്തിയിരിക്കാൻ. 1000 2000 ഒന്നും അല്ലായിരുന്നു മുഅ്മിനീങ്ങളെ. വലിയ വലിയ കണ്ടെയ്നറുകൾ, അതവിടെ എത്താൻ തന്നെ ഒരുപാട് പ്രയാസ. അതങ്ങനെ വന്നിട്ട് അതിൽ കയറ്റിയിട്ട് മയ്യത്തുകൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രംഗം. അല്ലാഹുവേ, അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. അന്ന് ഇഹ്റാമിൻ്റെ വേഷത്തിലായിരിക്കും. ഖബറിൽ നിന്ന് വരുമ്പോൾ അവരങ്ങനെ വിളിച്ചു പറയും, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തിട്ട് അതിൽ നിന്ന് തഹല്ലുലാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഖബറിലെ നിന്ന് മഹ്ശറയിലേക്ക് അവർ വരുന്നത് ഇഹ്റാമിൻ്റെ വേഷത്തിലായിരിക്കും. അങ്ങനെയാണ്.
അവർ തൽബിയത്ത് ചൊല്ലിയിട്ടായിരിക്കും മഹ്ശറയിലേക്ക് വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പുണ്യഭൂമിയിലെത്താൻ ഭാവിയിൽ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോയവർക്കൊക്കെ കബൂലിയത്തിൻ്റെ ഹജ്ജും ഉംറയും നൽകട്ടെ. എല്ലാ സംരക്ഷണവും അള്ളാഹു നൽകട്ടെ. മുഅ്മിൻ ഒരു തവാഫ് ചെയ്യണമെങ്കിലുള്ള പ്രയാസം എത്രയാണ്? തിരക്കൊക്കെ ഉള്ള സമയത്ത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഉമ്മയെ പുറത്തിങ്ങനെ ചുമന്നിട്ട് തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം തന്നെയാണ്. വക്കാന ഫീ വഖ്തിൽ ലഹീറ, ളുഹറിൻ്റെ സമയമാണ്, ഉച്ച നേരാണ്. ഇയാളെങ്ങനെ ഉമ്മയെയും പുറത്ത് ചുമന്നിട്ട് തവാഫ് ചെയ്യാൻ? ഇയാളെക്കാൾ നല്ല തടിയുണ്ട് ഉമ്മ, ഇയാളെക്കാൾ നല്ല തടിയുണ്ട് ഉമ്മ. ഈ ഉമ്മയെയും പുറത്ത് ചുമന്ന് അയാളങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ആ സമയത്ത് അയാൾ പാടുകയും ചെയ്യുന്നുണ്ട്, ഇന്നീലഹാബായിറുഹൽ മൂന്നല്ലോ ഇന്നു കാബുഹാലം ഉറൂ ഇന്നീലഹാബായിറുഹൽ മൂന്നല്ലോ ഇന്നു കാബുഹാലം ഉറൂ. ഞാൻ എൻ്റെ ഉമ്മയെ ചുമക്കുന്നതിൽ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്. എൻ്റെ മോനിനെ കൊണ്ട് ഇടങ്ങാറായല്ലോ എന്നുള്ളൊരു ചിന്ത ഉമ്മാക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ സങ്കടങ്ങളൊക്കെ ഉമ്മ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മയെ ചുമക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ എൻ്റെ ഉമ്മാക്ക് കീഴ്പ്പെടുത്തപ്പെട്ട വാഹനം പോലെയാണ്. ഇതങ്ങനെ പാടിയിട്ട് ഉമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇയാൾ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് പൂർത്തിയാക്കുകയാണ്. ഉമ്മാക്ക് സംസം വെള്ളം കൊടുക്കുകയാണ്. അയാളും വയറ് നിറയെ സംസം കുടിക്കുകയാണ്. ഈ രംഗം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ഇയാൾ വേഗം ഇബ്നു ഉമർ തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾക്കെന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയാം. ഇതെൻ്റെ ഉമ്മയാണ്. ഞാൻ ഈ ഉമ്മയെയുമായി യമനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഉമ്മാക്ക് വലിയ ആഗ്രഹമാണ്, മോനെ എനിക്കൊരു ഉംറ ചെയ്യണം, എനിക്ക് കഅബാലയൊന്ന് കാണണം. ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ആഗ്രഹം പറയും. ഞാൻ പറയും, ഉമ്മ നമ്മളെങ്ങനെ പോകും, എങ്ങനെ അവിടെ എത്തിപ്പെടും? ഞാനൊരു വാഹനം വാങ്ങട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അങ്ങനെ ഒരു മൃഗത്തെ വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പണം സ്വരൂപിച്ചു വെക്കും, പക്ഷെ ഉമ്മാക്ക് രോഗം മൂർച്ഛിക്കും. ആ സ്വരൂപിച്ച പണവുമായി ഞാൻ ഉമ്മയെ ചികിത്സിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് ഒരു വാഹനം വാങ്ങാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ ചിന്തിച്ചു, റബ്ബേ, ഇങ്ങനെ പോയാൽ എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹം പൂവണിയാതെ ഉമ്മ മരിച്ചു പോവുമല്ലോ. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഒരുങ്ങിക്കോളൂ, നമുക്ക് പോവാം. മാസങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഉമ്മാക്ക് നടക്കാൻ കഴിയൂല. കുറച്ചു നേരം ഉമ്മാനങ്ങനെ ചുമക്കും, കുറേ നേരം വിശ്രമിക്കും, ഉമ്മാക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, വീണ്ടും ഉമ്മയെ ചുമന്ന് നടക്കും. അൽഹംദുലില്ലാഹ്, ഇവിടെ എത്തി. ഉമ്മയുടെ ആഗ്രഹം പൂവണിയാണ്. കഅബാലയം തവാഫ് ചെയ്തിരിക്കുന്നു. ഇബ്നു ഉമർ തങ്ങളെ, എനിക്കറിയേണ്ട കാര്യം ഇതാണ്. അത്തറാനി ജസൈതുഹാ. എന്താണ് ഇബ്നു ഉമർ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പൂർത്തിയാക്കിയില്ലയോ? എൻ്റെ ഉമ്മയോടുള്ള ഹക്ക് ഞാൻ വീട്ടിയില്ലയോ? കേട്ടിട്ട് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റ്, ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റ്. ലാ വല്ലാഹി വലാ ബിസഫറത്തിൻ വാഹിദ. സഹോദരാ, നിന്റെ ഉമ്മയോടുള്ള ബാധ്യത നീ പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല, വലാ ബിസഫറത്തിൻ വാഹിദ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ വേദന കൊണ്ടിട്ടൊരു നെടുവീർപ്പുണ്ടല്ലോ, അതിന് പോലും നീ ഇതുവരെ സഹിച്ച ത്യാഗം സമമായില്ല. ഉമ്മയോടുള്ള ബാധ്യത പൂർത്തിയാക്കിയില്ലെന്നോ? നിന്നെ പ്രസവിക്കുന്ന സമയത്ത് മരണതുല്യമായ വേദനയാ നിന്റെ ഉമ്മ
മരണതുല്യമായ വേദനയാണ് നിന്റെ ഉമ്മ സഹിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഉമ്മ വേദന കൊണ്ടിട്ടൊരു നെടുവീർപ്പുണ്ട്, അതിന് പോലും നീ ഇത്ര നേരം സഹിച്ച ത്യാഗം സമമായിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പം എത്രയാ ബാധ്യത. ഉമ്മാക്കെന്തോ സുഖല്ല എന്ന് പറഞ്ഞു, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഉമ്മയെ കൊണ്ടുവന്നു. വീണ്ടും മോനെ എനിക്ക് വയ്യല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്ന് പറയുക, ആ നിലയിൽ ചിന്തിക്കുക. ഇങ്ങനത്തെ മക്കൾ വളർന്നു വരുന്ന കാലഘട്ടമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആപ്പാക്കുമ്മാക്കൊക്കെ അസുഖങ്ങൾ പിടിപെട്ടാൽ പറയാൻ പേടിയാണ്. കാരണം മക്കളുടെ ആ നുടിച്ചിലും പറച്ചിലും കേൾക്കാൻ വയ്യ. നിങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. പെട്ടെന്ന് മടുത്തു പോകുന്ന ഒരു കാലഘട്ടം. മുഅ്മിനെ ഇത് ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവമായി നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്. വാപ്പാക്കുമ്മാക്കൊക്കെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് കൂടുതൽ അവരെ പരിഗണിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ബാപ്പാക്ക് നല്ല തണ്ടും തടിയോ ആരോഗ്യമൊക്കെ ഉണ്ട്. ആ സമയത്ത് നീ നിന്റെ ബാപ്പയെ പരിഗണിക്കുന്നതിനേക്കാൾ ബാപ്പാക്ക് രോഗം കൂടി, പ്രായം കൂടി, അങ്ങനെ ഒരവസ്ഥയിൽ ബാപ്പ എത്തുമ്പോൾ കൂടുതലായി ബാപ്പയോട് അടുക്കുകയും ബാപ്പയെ സ്നേഹിക്കുകയും ഉമ്മയോട് അടുക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഒരാൾ മാതാപിതാക്കൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകന്നു പോകട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പറയട്ടെ, ഹദീസ് പറയട്ടെ മുഅ്മിനെ, അൻ കഅബ് ഇബ്നു ഉജ്റത റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ വെച്ചൊരിക്കൽ ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ്. പലരും പള്ളിക്കകത്താണ്, ചിലരൊക്കെ പള്ളിയുടെ പുറത്താ, പല ചർച്ചകളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ഉടനെ ഹബീബായ നബിയദാ പെട്ടെന്ന് ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഉഹ്ളുറുൽ മിമ്പറാ, എല്ലാവരും ഈ മിമ്പറിന്റെ പരിസരത്തേക്ക് വരേണ്ടതാ. മദീന പള്ളിയിലാ ഞങ്ങൾ. പലരും പല ചർച്ചയിലുമാ, പലരും പല കോണിലുമാണ്, ചിലരൊക്കെ പള്ളിയുടെ പുറത്താണ്. അപ്പോഴാണ് ഹബീബിന്റെ പ്രഖ്യാപനം, ഉഹ്ളുറുൽ മിമ്പറാ, എല്ലാവരും ഈ മിമ്പറിന്റെ പരിസരത്തേക്ക് കടന്നു വരണം. ഫഹലർന, വളരെ പ്രതീക്ഷയോടെ ഞങ്ങളൊക്കെ ഹബീബായ നബിയുടെ വാക്ക് കേട്ട് മിമ്പറിന്റെ പരിസരത്തെത്തി. എന്തോ ഗൗരവമുള്ളൊരു വിഷയം മുത്തുനബിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും വേഗം അടുക്കാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കി ഞങ്ങളൊക്കെ വേഗം മിമ്പറിന്റെ അടുത്തെത്തി. ഹബീബദാ മിമ്പറിലേക്ക് കയറുകയാ. ഫലമ്മർതഖത് ദറജ ഖാല ആമീൻ. അല്ലാഹുവിന്റെ റസൂല മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കേണ്ട താമസം പതിവിന് വിപരീതമായി ഹബീബായ നബി തങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ആമീൻ. എന്തിനാ മുത്തുനബി ആമീൻ പറഞ്ഞത്? ആരാണ് റബ്ബേ ദുആ ചെയ്തത്? ഞങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. എന്താ സംഭവം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആശങ്കയിലിരിക്കുകയാണ്. അപ്പോഴാണ് ഫലം അല്ലാഹുവിന്റെ റസൂല മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിലേക്ക് കയറുന്നത്. അപ്പോഴും ഖാല ആമീൻ. രണ്ടാമത്തെ പടിയിൽ വെച്ചും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലേക്ക് കയറി. പതിവ് പോലെ തിരിയുന്നില്ല. അല്ലാഹുവേ, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ആശങ്കയിലാണ്. ഹബീബ് ഒരല്പനേരം അങ്ങനെ തന്നെ കിബിലയിലേക്ക് മുന്നിട്ട് മിമ്പറിൽ നിൽക്കുകയാ. അല്പനേരം കഴിഞ്ഞപ്പോൾ ഉയർന്ന ശബ്ദത്തിൽ ഹബീബ് വിളിച്ചു പറഞ്ഞു, ആമീൻ. ثم التفت إلينا فسلم علينا فخطبنا خطبة بليغا. പിന്നെ
ഞങ്ങളിലേക്ക് തിരിഞ്ഞു, സലാം പറഞ്ഞു. ഫഖതബന ഖുത്ബത്തൻ ബലീഗ, നല്ല ഒരു പ്രഭാഷണമൊക്കെ നടത്തി. അങ്ങനെ മിമ്പറിൽ നിന്നിറങ്ങി. അപ്പൊ സഹാബികൾ പറയാ, ഞങ്ങളിങ്ങനെ ആലോചിച്ചു, റബ്ബേ എന്താപ്പത് കഥ? പലപ്പോഴും മുത്ത് റസൂൽ മിമ്പറിൽ കയറാറുണ്ട്, ഖുത്ബ ഓതാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഓരോ പടിയിൽ വെച്ചും ആമീൻ പറയുന്ന ശീലമില്ലല്ലോ. ഇന്നെന്തിനാണ് ആമീൻ പറഞ്ഞത്? ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഈ ദുആ നീ ഒന്ന് സ്വീകരിക്കണേ റബ്ബേ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതിന് മുമ്പൊരു ദുആ വേണ്ടേ? എന്താ ദുആ? ആരാ ദുആ ചെയ്തത്? ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഹബീബ് മിമ്പറിൽ നിന്നിറങ്ങിയപ്പോ ഞങ്ങൾ ചോദിച്ചു, നബിയേ ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈആ മാ കുന്നാ നസ്മഉഹു യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, സാധാരണ നിങ്ങൾ മിമ്പറിൽ നിന്ന് പറയാത്ത വിധത്തിലുള്ള ആമീനാണല്ലോ നിങ്ങൾ ഇന്ന് പറഞ്ഞത്. ആരാണ് നബിയെ ദുആ ചെയ്തത്? എന്താ ദുആ ചെയ്തത്? ഞങ്ങൾ ചോദിച്ചപ്പോ ഹബീബായ നബി ഞങ്ങളോട് പറഞ്ഞതാ. അതെ, അതെന്താ സംഭവം എന്നറിയോ? അതെന്താ കാര്യം എന്നറിയോ? ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ടൊരു ഉപദേശം നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനായി നിങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. നിങ്ങളെല്ലാവരും വേഗം ഒരുമിച്ച് കൂടി. അങ്ങനെ ഞാൻ ആ മിമ്പറിൻ്റെ ഒന്നാമത്തെ പടിയിലേക്കങ്ങ് കാല് എടുത്തു വെക്കേണ്ട താമസം അറളലി ജിബ്രീൽ. അപ്പോഴത്തേക്ക് അവിടെ വന്നു, പ്രത്യക്ഷപ്പെട്ടു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് ഞാനങ്ങ് കാലെടുത്ത് വെക്കലോട് അറളലി ജിബ്രീൽ, ആകാശത്തിന്റെ രാജകുമാരനായ വഹിയിന്റെ സന്ദേശത്തിന്റെ ദൂതനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാവുകയാ. എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തു, ബഅദ മൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ആദ്യ പടിയിൽ വെച്ച് ദുആ ചെയ്തത് ഇങ്ങനെയാണ്: റമളാൻ ഒരാൾക്ക് കിട്ടിയിട്ട് വേണ്ട വിധം ഉപയോഗപ്പെടുത്തി ദോഷങ്ങൾ പൊറുപ്പിച്ചില്ലെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ. രണ്ടാമത്തെ പടിയിൽ വെച്ചോ? എന്താ ദുആ? രണ്ടാമത്തെ പടിയിൽ വെച്ച് ദുആ ചെയ്തത് ഇങ്ങനെയാ: ബഅദ മൻ അദറക അബവൈഹി ഇൻദഹുൽ കിബർ ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഇതൊന്ന് ശ്രദ്ധിക്കണ്ട സഹോദരാ, ഇതൊന്ന് ശ്രദ്ധിക്ക മുഅ്മിനേ. മാതാപിതാക്കളെ വില കുറച്ച് കാണുന്ന കാലഘട്ടമാ. പ്രായം കൂടി രോഗികളായി ഒന്നിനും കഴിയാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് അവരെ അവഗണിക്കുന്ന കാലഘട്ടമാണ്. മആദല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് മിമ്പറിന്റെ പടിയിൽ വെച്ച് ആമീൻ പറഞ്ഞത് ഇങ്ങനെ ദുആ ചെയ്തപ്പോഴാണ്. എങ്ങനെയാ ദുആ ചെയ്തത്? ബഅദ മൻ അദറക അബവൈഹി ഇൻദഹുൽ കിബർ ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഒരാളുടെ മാതാപിതാക്കൾക്ക് പ്രായമായി, അവർക്ക് അവൻ്റെ സേവനം ആവശ്യമുള്ള ഒരവസ്ഥയിൽ അവരെത്തി. ഔ അഹദഹുമ, അല്ലെങ്കിൽ ബാപ്പ മാത്രം, അല്ലേ ഉമ്മ മാത്രം. അങ്ങനെയാ മാതാപിതാക്കൾ വിഷമിക്കുന്ന സമയമാണ്, സന്ദർഭമാണ്, അവന്റെ സേവനം ആവശ്യമുള്ള ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിൽ അവരെത്തിയിട്ട് അവർക്ക് സേവനം ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാൻ തൗഫീഖ് കിട്ടാത്തവരുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോഴാ ഞാൻ ആമീൻ പറഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ ദുആക്ക് ഇജാബത്തില്ലെങ്കിൽ പിന്നെ ലോകത്ത് ഏത് ദുആക്കാ ഇജാബത്തുണ്ടാകുന്നത്? ഈ ദുആക്ക് ഇജാബത്തില്ലെങ്കിൽ നിങ്ങൾ പറ, ലോകത്ത് പിന്നെ ഏത് ദുആക്കാണ് ഇജാബത്തുണ്ടാവുക? ആരാ ദുആ ചെയ്യുന്നത്? ആകാശത്തിന്റെ രാജകുമാരൻ മുഖറബായ മലക്ക് ജിബ്രീൽ.
ആമീൻ പറയുന്നതോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും അള്ളാഹു കൊടുക്കാത്ത പദവി കൊടുത്തനുഗ്രഹിച്ച മുഹമ്മദ് മുസ്തഫ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സാറൽ ബദറു ഫീ ദാജിൻ മിനൽ ഉലമി ചൊല്ലി മൗലായ ലിം ദായിമൻ അബദാ للخلق كلهم سريت من هرم ليلا إلى هرمي ഹബീബായ നബിയേ, അങ്ങ് മക്കയുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ ഇസ്രാ യാത്ര ചെയ്തല്ലോ, രാത്രിയിൽ അങ്ങ് സഞ്ചരിച്ചല്ലോ, മറ്റൊരു ഹറമിലേക്ക് സഞ്ചരിച്ചല്ലോ. കാമാസറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ഉലമി. രാത്രിയുടെ ഇരുളുകളെ കീറിമുറിച്ച് പൂർണ്ണചന്ദ്രൻ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളൊരു രാത്രിയിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയില്ലേ? അത് കഴിഞ്ഞിട്ടോ? അതുകൊണ്ട് അവസാനിച്ചില്ലല്ലോ നബിയേ. وبت ترقايلا أنلت منزلة من قاب قوسين لم تدرك ولم ترمي جل مولاي لم دائما أبدا للخلق كلهم. അവിടുന്നും ഏഴാം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാ, സിദ്റത്തുൽ മുന്തഹ വിട്ട് കിടക്കുകയാ, ബഹ്റുന്നൂറിന്റെ പരിസരത്തെത്തുകയാ. അതുവരെ അങ്ങയുടെ കൂടെയുണ്ടായിരുന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബഹ്റുന്നൂറിന്റെ പരിസരത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഇനി അങ്ങോട്ട് ഞാനില്ല നബിയേ, ഇനി നിങ്ങൾ ഉത്കൃഷ്ടമായ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇലാഹായ റബ്ബിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്കാണ് ഇനി നിങ്ങൾ പോണം. ഹബീബ നബി പറഞ്ഞു, അല്ല ജിബ്രീൽ, എന്നൊറ്റക്ക് പറഞ്ഞേക്ക. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ വന്നു, പല കാഴ്ചകളും കണ്ടു, എനിക്ക് പല സംശയങ്ങളും ഉണ്ടായി. സംശയ നിവാരണം നടത്തി തന്നത് നിങ്ങളല്ലേ? ഇനിയും പലതും കാണും, സംശയം ഉണ്ടാകും, ഞാൻ ആരോടാ ചോദിക്കുക? അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൂടെ വന്നേ പറ്റൂ, വരൂല എന്ന് പറയരുത് ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ, എന്നേക്കാളൊക്കെ എത്ര വലിയ ദറജയിലാണ് നിങ്ങൾ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ദറജ എത്രയാ? ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കാൻ ഇന്ന് വരെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ കത്തിച്ചാമ്പലാകും നബിയെ. ഇതിനല്ലാഹു തെരഞ്ഞെടുത്തത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് സധൈര്യമായി നിങ്ങൾ കടന്നു ചെല്ലൂ നബിയെ. യാതൊരു പേടിയും വേണ്ട നബിയെ. ഇലാഹായ റബ്ബിനെ കാണാൻ പോവുകയാണ്. ജമാലും ജലാലും കാട്ടിക്കൊണ്ട് അഹദായ വഹദാനായ ഗഫാറായ തമ്പുരാൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് നബിയെ. ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ആദ്യമായി നിങ്ങൾ പറയേണ്ടത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അത് പറഞ്ഞു കൊടുത്തു. തനിച്ചു പോകാൻ പറഞ്ഞു, തനിച്ചു പോയി. ചുരുക്കത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും അള്ളാഹു അനുവാദം കൊടുക്കാത്ത ആ പുണ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് ഈ മുത്തുനബിയാണ്. ദുആ ചെയ്തതോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ ഇജാബത്ത് കിട്ടാതിരിക്കും? അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെങ്ങനെ നമ്മളെ ഉമ്മാനോട് പെരുമാറുന്നത്, നമ്മളെങ്ങനെയാണ് നമ്മളെ ഉപ്പാനോട് പെരുമാറുന്നത്? നമ്മളെ വാക്കുകൊണ്ട് ഉപ്പാക്ക് ഉമ്മാക്ക് സന്തോഷം കിട്ടാറുണ്ടോ? നമ്മളെ സമ്പത്ത് കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? അവരുമായുള്ള സ്നേഹത്തിൻ്റെ സംസാരങ്ങൾ അത് നമ്മളിൽ നിന്നുണ്ടാവാറുണ്ടോ? ഭാര്യയോട് മണിക്കൂറുകളോളം കഥ പറഞ്ഞിരിക്കുന്ന സഹോദര, നീ എത്ര സമയം നിൻ്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയോട് കഥ പറഞ്ഞിരിക്കാറുണ്ട്? ഭാര്യയെ അവഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുത്തൻ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെയും സകല മലക്കുകളുടെയും സാലിഹ്യങ്ങളുടെയും ശാപം അവനുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുറപ്പാണ്. ഭാര്യയെ അവഗണിക്കണം എന്നല്ല, ഭാര്യയെ നന്നായി പരിഗണിക്കണം, ഭാര്യയുടെ ഹക്കുകളൊക്കെ വകവെച്ച് കൊടുക്കണം, അവരെ നന്നായി സ്നേഹിക്കണം. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മുത്തുനബി പറഞ്ഞതാ, ഭാര്യയെ പരിഗണിക്കാൻ മാന്യനല്ലാതെ കഴിയൂല. ഭാര്യയെ അവഗണിക്കുന്നത് നിന്യന്മാർ മാത്രമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിന്റെ ഭാര്യയും നീയുമായുള്ള ബന്ധം അത് 3 വാക്കുകൊണ്ടുണ്ടായ ബന്ധാൻ, അത് 3 വാക്കുകൊണ്ട് തീരുന്ന ബന്ധാൻ. നിന്റെ ഉമ്മയോട് നീ 100 വാക്ക് പറഞ്ഞാലും 1000 വാക്ക് പറഞ്ഞാലും ആ ബന്ധം ഒഴിവാകാത്ത ബന്ധം. അതുകൊണ്ടാ ഹബീബ് പറഞ്ഞത്, മൻ ഫല്ലല ഇംറഅതൻ അലാ ഉമ്മിഹി. ഒരാൾ തന്റെ ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് വില കൽപ്പിച്ചു, ഉമ്മയേക്കാൾ ഭാര്യയെ മഹത്വവൽക്കരിച്ചു, ഉമ്മയുടെ വാക്ക് അവഗണിക്കുകയാണ്, ഭാര്യയുടെ വാക്ക് മാത്രം പരിഗണിക്കുകയാ എങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആ മകന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, ആ മകന് മാലാകമാരുടെ ശാപമുണ്ടാകും, സർവ്വസാലിഹീങ്ങളുടെയും ശാപമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഉമ്മയായി നിൽക്കണം. ഉമ്മ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിൽക്കണം. മക്കൾ ഇങ്ങനെ കാവാൻ ഉമ്മാൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും കാരണമാവാൻ പാടില്ല. പലപ്പോഴും അങ്ങനെയാണ്. ശൈത്താൻ ഒരുതരം കുശുമ്പും വെറുപ്പും വൈരാഗ്യവും പോരൊക്കെ കൽബിലേക്ക് ഇട്ടുതരും. അതിനനുസരിച്ച് മോശപ്പെട്ട വാക്കുകളും പ്രവർത്തനങ്ങളും ശീലങ്ങളും നമ്മളിൽ ഉണ്ടാവുക. എന്നിട്ട് വീട്ടിലൊരു സമാധാനമില്ല, ഒരു ശാന്തിയില്ല. ദീനൊക്കെ ഉള്ള ആളെന്നെയാണ് മകൻ. പക്ഷേ ഈ ഉമ്മയും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ഇവനാകെ കുടുങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ പലരും ഇടങ്ങാറാവാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, ഇതിനിടയിൽ ബക്കറ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ നമുക്ക് നമ്മളെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ സ്വർഗത്തിലെത്തണം, നമ്മളെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലായി കിട്ടണം. ആ നിയ്യത്തോടുകൂടെ ഒരു ഹദിയത്തിലേക്ക് കൊടുത്തേക്ക്. അത് മതി, എന്തിനായിലപ്പുറം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരട്ടെ. ഉമ്മാനും ബാപ്പാനും ഉദ്ദേശിച്ച് കൊടുക്കുന്ന ഈ ഹദിയ, അതിൻ്റെ ബറക്കത്ത് കൊണ്ടെല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് തരട്ടെ. ഖൈറിൻ്റെ വാതിലുകൾ അല്ലാഹു തുറന്ന് തരട്ടെ. നമ്മളമ്മാരിൽ പലരും ബാപ്പാരിൽ പലരും ഇന്ന് ഖബറിലാണ് കിടക്കുന്നത്. അവരെയൊക്കെ ഉദ്ദേശിച്ച് കൊടുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മൾ ഈ നൽകുന്ന ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ദുആ അല്ലാഹു സ്വീകരിച്ച് അവർക്ക് സ്വർഗം കിട്ടിയാൽ എന്ത് മോശപ്പെട്ട വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മൾ അവരോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പൊരുത്തപ്പെട്ട് തന്നേ പറ്റൂ. ആ ഒരവസ്ഥയിലായി മാറും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് റസൂലുള്ള അങ്ങനെ മാതാപിതാക്കളോടുള്ള ഹക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കരയാൻ. മുത്തുനബി ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാ കരയുന്നത്? നബിയെ, ഞാൻ എൻ്റെ ഉമ്മാനെ വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ, ആപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ. സാരല്ലടാ, ചെന്നിട്ട് പൊരുത്തപ്പെടിയേക്ക്, കയ്യും കാലും പിടിച്ച് പൊരുത്തപ്പെടിയേക്ക്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നബിയെ കയ്യൂല, മരിച്ചു പോയിട്ടുണ്ട്, അവർ മരിച്ചു പോയി.
അപ്പം മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റുമല്ലോ, പരമാവധി എല്ലാ വെള്ളിയാഴ്ചയും നീ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യേ, അവർക്ക് അള്ളാഹു രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യേ, അവരുടെ ഖബറിൽ കൂലി കിട്ടുന്ന വിധത്തിൽ നീ ഹദിയകൾ അവർക്ക് വേണ്ടി ചെയ്യേ. അങ്ങനെയാകുമ്പോൾ മിനൽ ബാരീൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ ലിസ്റ്റിൽ നിന്റെ പേര് വരും, ആ വിധത്തിൽ നിന്നെ രേഖപ്പെടുത്തപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കട്ടെ, അവരുടെ പൊരുത്തം നേടാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മറക്കല്ല മുഅ്മിനേ, ഹബീബായ നബി പറഞ്ഞതാണ്, മൻ ഫല്ലല ഇംറഅതൻ അലാ ഉമ്മിഹി, ഒരാൾ തൻ്റെ ഉമ്മക്ക് ഭാര്യയേക്കാൾ പ്രാധാന്യം കൊടുക്കണം. മറിച്ച് ഭാര്യക്കാണ് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. എല്ലാവരുടെയും ശാപം ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നോട് തന്നെ ഒരിക്കൽ ഒരു ഉമ്മ കൊണ്ടോട്ടി ക്ലാസ്സിന് വന്നപ്പോൾ പറഞ്ഞു, മോൻ ഇന്നെ നല്ല നോക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇടയ്ക്ക് പെണ്ണുങ്ങളുടെ ഇടയിലിട്ടിട്ട് ഇന്നെ വഷളാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്, അത് സഹിക്കാൻ കഴിയൂല. കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മുന്നിൽ ഓൻ്റെ അടുത്തുള്ള സീറ്റിൽ ഓൻ്റെ പെണ്ണുങ്ങളെ ഇരുത്തുള്ളൂ. ഇരുത്തിക്കോട്ടെ ഉസ്താദെ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, മുന്നിലിരുന്നാലും വേക്കിലിരുന്നാലും ഒക്കെ കണക്കന്നെ. പക്ഷേ ഓളോട് ഈ ഇവിടെ കയറിക്കടി ഉമ്മ വേക്കിലിരുന്നോളെന്ന് പറയുമ്പോൾ അതിങ്ങോട്ട് കേൾക്കാൻ കഴിയൂല, അതൊരു സങ്കടമാണ്. അങ്ങനത്തെ ചില വാക്കുകളൊക്കെ അവരെ മനസ്സ്, അവരുടെ കൽബിനെ തകർത്ത് കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് പറയല്ലാതെ നിർവാഹമില്ലല്ലോ. മുമ്മിനെ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഒരു വെറുപ്പ് നമ്മൾ ഉമ്മാക്കുപ്പാക്ക് നമ്മളോട് തോന്നിപ്പോകരുത്. ആ ഒരു അവസ്ഥയിലുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാവരുത്. പിന്നെയോ എങ്ങാനും വല്ലതും സംഭവിച്ചു പോയാൽ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ബാപ്പാനോട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം ബാപ്പ, ഉമ്മാനോട് ഉമ്മേ എൻ്റെ അടുത്ത് എന്തേലും പറ്റിയിട്ടുണ്ടേ പൊരുത്തപ്പെട്ട് തരണട്ടോ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഒരിക്കലും എടാ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരൂല എന്ന് അവർ പറയൂല. അവർ പറയും ഞാനൊക്കെ പൊരുത്തപ്പെട്ടിട്ട് എൻ്റെ മനസ്സിലൊന്നുമില്ല. ഈ കഴിഞ്ഞ ബുധനാഴ്ച, ഇന്നലല്ല മിനിഞ്ഞാന്നല്ല, അതിൻ്റെ മുമ്പത്തെ ബുധനാഴ്ച കൊണ്ടോട്ടി ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു ടീം ഒരു മദ്യം പറയാൻ വന്നു എൻ്റെ റൂമിൽ. അപ്പോൾ ആ സഹോദരൻ നേരെ പിറ്റേന്ന് വിദേശത്തേക്ക് പോവാണ്. ഇവിടെ വീട്ടിൽ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരുമകളൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. 2-3 മാസമായി ആ പെണ്ണ് സ്വന്തം വീട്ടിലായിരുന്നു. അപ്പം നാളെ പോവാണ്, ഇതിനൊരു മസ്ലഹത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ആ ബാപ്പ പറഞ്ഞു, എന്താ ഉസ്താദേ ഇതൊക്കെ പറയാൻ, ഇവൻ എൻ്റെ മോനാണ്, ഇവരൊക്കെ സാക്ഷിയാ, ഇതാ ഉമ്മ കണ്ടിട്ടുണ്ട്, ഓൻ്റെ പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ട്, കത്തിയായിട്ട് എൻ്റെ നേർക്കിങ്ങോട്ട് വന്നിട്ട് കൊന്ന് കളയും ഞാൻ, ഇവൻ എന്നോട് പറഞ്ഞതാണ്, പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ സഹോദരൻ ആ കാരണം കൊണ്ട് വീട് വിട്ടുപോയി. ഈ ബാപ്പ ഈ മകനെ പേടിച്ചിട്ട് വീട് വിട്ടുപോയി. ആ റമളാൻ 27 അന്ന്. എന്നിട്ട് ഞാൻ 3-4 ദിവസം മടവൂരായിരുന്നു താമസിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ വളരെ കൂളായിട്ട് ഞാൻ ബാപ്പാനൊന്ന് പേടിപ്പിക്കാൻ ചെയ്തതാന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഇനി ഇവിടെ മദ്യം പറയണമെങ്കിൽ ബാപ്പാൻ്റെ കാല് പിടിച്ചിട്ടേക്ക് മാപ്പ് പറയണം. ഈ അത്ര ബാപ്പാനെ പേടിപ്പിക്കാൻ ബാപ്പാൻ്റെ നേരെ കത്തിയായിട്ട് ചെല്ലുക, എന്നിട്ട് അത് വളരെ ലാഘവത്തോടു കൂടി ഒരു വിഷയമല്ലാതെ കാണുക, അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഹൈക്കോട്ടെ എന്നാൽ ഞാൻ ബാപ്പാൻ്റെ കാല് പിടിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ ബാപ്പ നെഞ്ചത്ത് കൈ വെച്ചിട്ട്, പൊന്നാരുസ്താദേ അത് വേണ്ട, എൻ്റെ മോൻ്റെ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു പോകും, വേണ്ട എനിക്കത് സഹിക്കാൻ കഴിയൂല, ഞാൻ ഓനെല്ലാം പൊരുത്തപ്പെട്ടു, ഇനി എന്നോട് എന്ത് ചെയ്യുന്നുവോ അതും ഞാൻ പൊരുത്തപ്പെട്ടു. ആ ബാപ്പാൻ്റെ ഒരു മനസ്സ് നോക്കണം, എൻ്റെ മോൻ ഇനി എന്നോട് എന്ത് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസായിട്ട് ഞാൻ നേരത്തെ തന്നെ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കുക, ഇതല്ലേ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഒരു മനസ്സ്. അപ്പം അവരെ നമ്മൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അങ്ങേയറ്റം അവരെ ബഹുമാനിക്കണം. അവരുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ നോക്കുക. ആ നോട്ടം പോലും ഇബാദത്താണ്. അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ഞാനൊരു ഹദീസ് പറയട്ടെ സഹോദരാ, ഒരു ഹദീസ് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ മിൻ വലദിൻ ബാരിൽ യൻളുറു ഇലാ വജ്ഹിൽ വാലിദൈനി നളറ
നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജതൻ മബ്റൂറാ. എന്താണ് ഈ ഒരു ഹദീസൊക്കെ? എന്താണ് മുഅ്മിനേ ഇത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ? ഹബീബായ നബി പറഞ്ഞതാണ്, മമിൻ വലദിൻ ബാരിൻ യൻളുറു ഇലാ വജ്ഹിൽ വാലിദൈനി നളറ റഹ്മാ. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ബാപ്പയുടെ മുഖത്തേക്ക്, ഉമ്മയുടെ മുഖത്തേക്ക് അലിവിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കി, അല്ലാഹുവേ ഇതിന്റെ വാപ്പേൻ, റബ്ബേ ഇതിന്റെ ഉമ്മേൻ, എത്രയാണ് ഈ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത്. 2-3 കൊല്ലൊക്കെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഉമ്മാക്ക് ദേഷ്യം പിടിക്കൂല. നട്ടപ്പാതിരക്ക് എനിക്ക് വേണ്ടി എത്ര രാത്രികളാണ് ഉമ്മ ഉറക്കൊഴിച്ചിട്ടുള്ളത്. ഉമ്മാൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമായിരുന്നു. എനിക്കൊരു രോഗം പിടിപെട്ടാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഉമ്മ കഴിക്കൂല, ഉമ്മാക്ക് മനസ്സിന് സമാധാനം കിട്ടൂല. കുട്ടിക്ക് രാത്രി ഉറക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉമ്മാക്ക് സമാധാനം കിട്ടൂല. പക്ഷെ നേരെ തിരിച്ച് ഈ ഉമ്മ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, കിടപ്പിലായി, ഉമ്മാക്ക് വേണ്ടി 1-2 ദിവസം ഉറക്കൊഴിയുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കാൻ. പിന്നെ ഉസ്താദന്മാരെ കാണുമ്പോഴത്തേക്ക് പറയാ ഉമ്മാൻ്റെ അവസ്ഥ പറ്റ പോക്കാണ്, ഖൈറെന്താ അതിനു വേണ്ടി? എന്താ അതിൻ്റെ അർത്ഥം? എന്താണോ ഖൈർ അതിനു വേണ്ടി? 2 ദിവസം ഉറക്കൊഴിച്ചിട്ടേ ഉള്ളൂ, ഉമ്മാക്ക് സുഖമില്ലാതായി, അല്ലെ ബാപ്പാക്ക് സുഖമില്ലാതായി, ബാപ്പാനെ രാത്രിയും പകലും നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദ്വാരിപ്പിക്കുക. ഖൈറെന്താണോ അതിനു വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കണം. കഴിയുന്നില്ല നമുക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ. നമ്മളെ മക്കള് ചെറിയ പൈതലാണ്, ഡോക്ടർ പറഞ്ഞു സംഗതിയൊക്കെ പ്രശ്നം തന്നെയാണ്, എന്നാലും നമ്മൾ എത്ര രാത്രി ഉറക്കൊഴിച്ചാലും ഖൈറെന്താണോ, പെട്ടെന്ന് മരിച്ചിട്ടാണെങ്കിൽ മരിക്കട്ടെ എന്നൊരു വാക്ക് പറയൂല. ഈ സ്നേഹം എന്തേ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? കഴിയണ്ടേ മുഅ്മിനീങ്ങളെ? അള്ളാഹു മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ നോക്കൂ അതിൻ്റെ കൂലി. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചതല്ലേ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ. ആ ഒരു അലിവിൻ്റെ ഒരു നോട്ടം അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അതിനല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജതൻ മബ്റൂറാ. സ്വീകാര്യയോഗ്യമായ, ഇത് കേൾക്കേണ്ട സഹോദരാ, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലമാ അല്ലാഹു അതിന് നൽകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അതുകൊണ്ട് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, ഉമ്മാനും ബാപ്പാനും നല്ലോണം നോക്കണം. അവരെ സന്തോഷം നമുക്ക് കിട്ടണം, പൊരുത്തം കിട്ടണം, ആ നിലയിലായി മാറണം. അങ്ങേയറ്റം ബഹുമാനിക്കണം. ബാപ്പയൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനൊരു മടി. കാരണം ബാപ്പാനെക്കാട്ടി മേലെയാണ് ഇപ്പോൾ ഇവൻ്റെ വിചാരം. എങ്ങനെയാണ്? വലിയ വിദ്യാഭ്യാസമായി, വലിയ ജോലിയായി, വലിയ സ്വാധീനമായി, ഓൻ വലിയ ആളായി. ബാപ്പാക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഇവൻ്റെ സഹായം കിട്ടിയിട്ട് വേണം. അപ്പം പിന്നെ ബാപ്പാനെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനൊരു മടി, ബാപ്പാനെ ബഹുമാനിക്കാൻ മടി, ബാപ്പാനെ ഇവനങ്ങോട്ട് നിയന്ത്രിക്കുന്നൊരവസ്ഥ പാടില്ല സഹോദരാ. ഹബീബായ നബി പറഞ്ഞത്, ബാപ്പയുടെ ചങ്ങാതിയെ തന്നെ ഒരുത്തൻ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഈമാന്റെ നൂറ് അവൻ്റെ കൽബിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പാനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ എന്നല്ല, ബാപ്പാൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരനെ ബഹുമാനിക്കേണ്ടത് നിൻ്റെ ബാധ്യതയാണ്. ബാപ്പാനെ ബഹുമാനിക്കുമ്പോൾ ബാപ്പാൻ്റെ ചങ്ങാതിനെ ബഹുമാനിക്കണം. ഒരാൾ ബാപ്പാൻ്റെ ചങ്ങാതിയെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ കൽബിൽ ഈമാൻ നിൽക്കൂല, അള്ളാഹു അത് കെടുത്തിക്കളയുന്നു മുഹമ്മദ് മുസ്തഫ. മല്ലം യുക്രിം സ്വദീഖ അബീഹി അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. നിങ്ങൾ കേൾക്കി ഹദീസ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു ദിവസം ഒരു യാത്ര പോവാൻ, ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു സംഘം ആളുകളുടെ കൂട്ടത്തിലാണ് യാത്ര, കഴുതപ്പുറത്താണ് യാത്ര. അങ്ങനെ മറ്റൊരു നാട്ടിലൂടെ യാത്ര ചെയ്യവേ പെട്ടെന്നൊരു അഅറാബിയായ മനുഷ്യൻ കടന്നു വന്നു, സലാം പറഞ്ഞു. സലാം മടക്കി. ഉടനെ ചോദിച്ചു, അൻത ഇബ്നു ഉമർ, നിങ്ങളാണോ ഇബ്നു ഉമർ? അതെ, ഞാനാണ് ഇബ്നു ഉമർ. അപ്പോൾ അയാൾ ആ കഴുതയെ തടഞ്ഞു വച്ചിട്ട് ചോദിച്ചു, ഖലീഫയായ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണോ നിങ്ങൾ? അതാണ് എൻ്റെ ചോദ്യം.
അപ്പോൾ കഴുതപ്പുറത്തിരുന്ന് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, അതെ, ഖലീഫയായ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അവരുടെ മകനാണ് ഞാൻ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അയാൾ പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ നിൻ്റെ കുറേ വിഷയങ്ങളൊക്കെ 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അയാൾ പറഞ്ഞു, അന സ്വദീഖു അബീക്, ഞാൻ നിൻ്റെ ബാപ്പാൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഈ കഴുതപ്പുറത്തിരുന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു, നിന്റെ ബാപ്പ ഉമർ ഈ വഴിക്ക് കടന്നു വരുമ്പോൾ എൻ്റെ വീടാണ് കാണുന്നത്, അവിടെ കയറും, എനിക്ക് വേണ്ടി ദുആ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അത് കഴിച്ചിട്ടേ ബാപ്പ പോകാറുണ്ടായിരുന്നുള്ളൂ. ഞാനും ബാപ്പയും നല്ല ചങ്ങാതിമാരാണ്, എന്നോട് ബാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ബാപ്പയോടും വലിയ ഇഷ്ടമാണ്. ഇനി കേൾക്ക് മുഅ്മിനെ, ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ ചെയ്തെന്താണെന്നറിയോ? പെട്ടെന്ന് ഫനസല മിനൽ ഹമീർ, കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങാൻ. കഴുതപ്പുറത്ത് നിന്നിറങ്ങിയെന്ന് മാത്രമല്ല, തന്റെ തലപ്പാവെടുത്ത് ആദരവിന്റെ ബഹുമാനത്തിന്റെ സൂചനയായി ആ മനുഷ്യന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാ. പിന്നെയോ വതസദ്ദഖ ബിഹിമാരിഹി, താൻ ഇത്രയും നേരം യാത്ര ചെയ്ത, ഇനി യാത്ര ചെയ്യാനുണ്ട്, പക്ഷേ അത് ചിന്തിക്കാതെ ഇത്രയും നേരം യാത്ര ചെയ്ത ആ കഴുതയെ അയാൾക്ക് സദഖയായി നൽകുകയാണ്. ആ കഴുതയെ അയാൾക്ക് സദഖ കൊടുത്തു. ഇത് എൻ്റെ വക, നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഉപയോഗിച്ചോളൂ. അയാൾക്ക് സന്തോഷായി. സലാമു അലൈക്കും, സലാം പറഞ്ഞു, അയാൾ പോയി. ഇനി കേൾക്കി. അപ്പൊ കൂടുള്ളവർ ചോദിച്ചു, അല്ല ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാ? എന്താ നിങ്ങൾ ഈ ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ കുതിരയെ, കഴുതയെ അയാൾക്ക് കൊടുത്തല്ലോ, ഇനി നിങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ? നിങ്ങൾക്കറിയില്ലേ, നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ പല ആളുകളും കടന്നു വരും. ബാപ്പയുടെ ചങ്ങാതിയാണ്, വല്യാപ്പാന്റെ ചങ്ങാതിയാണ്, ഉമ്മയുടെ ചങ്ങാഴ്ചയാണ്, ഇങ്ങനെയൊക്കെ അവർ പറയും. യുരീദു ദിർഹമൻ ഔ ദിർഹമൈൻ, അവരാഗ്രഹിക്കുന്നത് 1-2 ദിർഹം കിട്ടണമെന്നാണ്, എന്തെങ്കിലും ഒരു ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമായിരുന്നില്ലേ? ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാ, അയാൾ എൻ്റെ ബാപ്പയുടെ ചങ്ങാതിയാണല്ലോ, ബാപ്പയുടെ ചങ്ങാതിയോടാണ് അതബില്ലാതെ ഞാൻ ഈ കഴുതപ്പുറത്തിരുന്ന് സംസാരിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ സംസാരം കഴിഞ്ഞ് അവസാനം അയാൾ എന്നോട് അന സ്വദീഖു അബീക്, ഞാൻ നിന്റെ ബാപ്പാന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞപ്പോ തദക്കർതു ഹദീസ റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ട സംഗതി എനിക്ക് ഓർമ്മ വന്നു. എന്താ മുത്തുനബി പറഞ്ഞതെന്നറിയോ? മല്ലം യുക്രിം സ്വദീഖ അബീ അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. ഹബീബ് പറഞ്ഞത്, മൻ ലം യുക്രിം സ്വദീഖ അബീഹി, ഒരാള് തൻ്റെ ബാപ്പയുടെ കൂട്ടുകാരനെ ബഹുമാനിച്ചില്ല, ബാപ്പാന്റെ സ്നേഹിതനെ പരിഗണിച്ചില്ല, അയാളുള്ളിടത്ത് അയാളേക്കാൾ വലിയ ശബ്ദത്തിൽ സംസാരിച്ചു, അയാളുടെ മുന്നിൽ വെച്ച് തുണിമടക്കുത്തി പുകവലിച്ച് നടന്നു, അയാളെ ബഹുമാനിച്ചില്ല. എന്നാൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാന്റെ നൂറങ്ങ് കെടുത്തിക്കളയുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ബാപ്പയുടെ ചങ്ങാതിയെ ബഹുമാനിച്ചില്ലെങ്കിൽ പോലും അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ബാപ്പാനെ ബഹുമാനിക്കാത്തവന്റെ കഥ എന്തു പറയാനാ? അവനെന്ത് മുഅ്മിനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഇത് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം അവരുടെ പൊരുത്തത്തിലാ. ഇനി നിന്റെ ബാപ്പയും ഉമ്മയും മൺമറഞ്ഞു പോയാലും അവരെ മറന്നു പോകല്ല. കേവലം മരണത്തോടുകൂടെ മുറിയുന്ന ബന്ധമല്ല മാതാപിതാക്കളുമായുള്ള ബന്ധം അല്ല, ആത്മീയമായിട്ടുള്ള ബന്ധം മരണത്തോടുകൂടെ അങ്ങോട്ട് മുറിയേ. ഇങ്ങനെ ആ ബന്ധമൊക്കെ മുറിഞ്ഞു ഒരു നന്ദി കെട്ടവനായി മുഅ്മിൻ മാറാൻ പറ്റുമോ?
മരിച്ച വാപ്പാനോ മറന്നു. എന്നാ ബാപ്പാൻ്റെ ആണ്ട് ഓൻ ഓർമ്മയില്ല. ഏത് മാസത്തിലാണ് മരിച്ചത്, എത്ര ഡേറ്റ്, യാതൊരു ഓർമ്മയില്ല. ഉമ്മ മരണപ്പെട്ടു, ഖബർ ഏതാ, ഖബർ അതാണെന്ന് തോന്നുന്നു, ഇതാണെന്ന് തോന്നുന്നു, അതും അറിയൂല. അങ്ങനെ ഒരു തരം നന്ദി കെട്ടവരായി നമ്മൾ മാറാൻ പറ്റുമോ? ബാപ്പയും മരണപ്പെട്ടാലും അവരോട് ബാധ്യതല്ലേ? ബാപ്പയും ഉമ്മയും മരണപ്പെട്ട് മൺമറഞ്ഞാലും 4 ബാധ്യതകൾ ഹക്കായി അവരോട് ബാക്കിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കൂല, ഈ ഹദീസും കൂടിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതിൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കണം, നമ്മളിൽ പലരുടെയും ബാപ്പാരുന്ന് ഖബറിലാണ്, ഉമ്മാര് ഖബറിലാണ്, വല്യാപ്പ ഖബറിലാണ്, വല്യമ്മ ഖബറിലാണ്. മരണപ്പെടലോടുകൂടെ അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കല്ല മുഅ്മിനേ. മഹാനായ മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാ, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹ്, ഒരു ദിവസം ഞങ്ങൾ ഹബീബായ നബിയുടെ സദസ്സിലാ. അപ്പോഴാണ് ഒരാൾ ആ സദസ്സിലേക്ക് കടന്നു വന്നു. അയാൾ ചോദിച്ചു, നബിയേ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ ബഅദ മൗതിഹിമാ അബറുഹുമാ യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ ഉമ്മയോട് എൻ്റെ ബാപ്പയോട് വല്ല ബാധ്യതകളും എനിക്ക് അവശേഷിക്കുന്നുവോ നബിയേ? ഇനിയിപ്പോൾ എന്തെങ്കിലും എൻ്റെ ബാപ്പാക്ക് വേണ്ടി ചെയ്യേണ്ടിയുണ്ടോ? ഇനിയിപ്പോൾ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഖാലാ, ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ്, നഅം ഖിസാലുൻ അർബഅ, നഅം ഖിസാലുൻ അർബഅ, 4 കാര്യങ്ങൾ നിന്റെ ബാപ്പയോട് നിന്റെ ഉമ്മയോട് അവർ മരണപ്പെട്ടാലും ബാധ്യതയായി ശേഷിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് നബിയേ ആ 4 കാര്യങ്ങൾ? ഖാലാ, ഹബീബ് പറഞ്ഞതാ, ഒന്ന് അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ. ആ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, ആ ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, ആ ബാപ്പാക്ക് ഉമ്മാക്ക് ഖബറിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതവര് മരണപ്പെട്ടാലും അവരോടുള്ള ബാധ്യതയാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ ഈ ദുആന്റെ ഒക്കെ കൂലി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും അവസാനം സലാത്തൊക്കെ ചൊല്ലി ആ ഉമ്മാക്കും ബാപ്പാക്കും നമുക്കും കുടുംബത്തിനും നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് വേണം പിരിയാൻ. നല്ലൊരു സദസ്സാണ്, ഒരുപാട് മുഅ്മിനീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചേർന്ന് കൂടിയൊരു മജ്ലിസാണ്. ഇതൊക്കെ തൗഫീഖുള്ളവർക്ക് എങ്ങനെയൊക്കെ കൂടാനും കഴിയുള്ളൂ. അള്ളാഹു ഇജാബത്തോടുകൂടി പിരിയാൻ തൗഫീഖ് തരട്ടെ. 4 കാര്യം മരണപ്പെട്ട മാതാപിതാക്കളോട് ബാധ്യതയായി ശേഷിക്കും. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെയോ രണ്ടാമത്തേത് വഇൻഫാദു അഹദിഹിമാ, അവരെന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ആ കരാറുകൾ പൂർത്തീകരിക്കലാ, അവരുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കലാണ്. അതവര് മരണപ്പെട്ടു പോയാലും മക്കളുടെ മേൽ ബാധ്യതയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ മദ്രസിൻ്റെ ഒരു പണി ഉണ്ടായിരുന്നു, അല്ലെ പള്ളിയുടെ പണിയുണ്ട്, കമ്മിറ്റി യോഗം ചേർന്നു, എന്താ നമ്മൾ ചെയ്യുക, 4-5 ലക്ഷം റുപ്യ വേണമല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, ഒന്ന് വീടാന്തരം കയറി ഇറങ്ങുക, ഓരോരുത്തരോടും ഓരോ സംഖ്യ ഓഫർ ചെയ്യിച്ചു വാങ്ങുക. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി വന്നു, ബാപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാപ്പ പറഞ്ഞു, ഇൻഷാ അല്ലാ നിങ്ങൾ പണി തുടങ്ങിക്കോളി, ഒരു 25,000 റുപ്യ എൻ്റെ വകയായിട്ട് ഞാൻ തരും. അങ്ങനെ പണിയൊക്കെ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബാപ്പ മരിച്ചു. അപ്പോൾ കമ്മിറ്റിക്കാർ വന്നിട്ട് മക്കളോട് പറഞ്ഞു, ബാപ്പാൻ്റെ അടുത്ത് ഞങ്ങൾ വന്നപ്പോൾ ബാപ്പ ഒരു 25,000 രൂപ ഇതിലേക്ക് തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നു എന്ന് പറയുമ്പോൾ, പഠിച്ചോനെ ബാപ്പ അങ്ങനെ പറഞ്ഞിരുന്നോ, അത് തരാമെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം, അല്ലാതെ ഞങ്ങളറിയില്ല. അപ്പം ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം അതല്ല. ചിലപ്പോൾ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് വലിയ കാര്യത്തെ പറയുകയൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഹക്കുണ്ടെങ്കിലൊക്കെ അതാ ഇന്നാലിൻ്റെ മോനെ ഏറ്റെടുത്തിട്ടുണ്ട്, മോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ മോൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവുക. അടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ.
നമ്മളൊക്കെ ഹക്കുകളൊക്കെ പൂർത്തീകരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ഹക്കുകൾ ബാക്കിയായി അതൊക്കെ മറ്റുള്ളവർ മനസ്സോടെ ഏറ്റെടുക്കേണ്ട ഗതികേടിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ ഗൗരവ, അതൊക്കെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു കാക്കട്ടെ. ഏതായാലും മുഅ്മിൻ അപ്പോൾ ഇൻഫാദു അഹദിഹിമ, അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കണം. പിന്നെയോ അവരോടുള്ള ബാധ്യതയാണ് അവരുടെ കൂട്ടുകാരികളെ ബഹുമാനിക്കുക. ആപ്പാൻ്റെ ഒരൊറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു, ഒന്നിച്ചാണ് പള്ളിയിൽ പോവുക, പള്ളിയിൽ ഒന്നിച്ചു വരും, ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കും. അയാൾക്ക് ബാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ്, ബാപ്പാക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അയാൾ ബാപ്പ ക്ഷണിക്കും. ബാപ്പ പെട്ടെന്ന് മരിച്ചു പോയാൽ ആ ബാപ്പ ആ മനുഷ്യനോട് പുലർത്തിയ ബന്ധങ്ങൾ പരമാവധി മക്കൾ പുലർത്തണം. വീട്ടിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ബാപ്പാൻ്റെ ആ ചങ്ങായിനെ പ്രത്യേകം ക്ഷണിക്കണം. അത് ബാപ്പയോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ വസിലത്തുർ റഹിം അല്ലത്തി ലാ സിലത ലക ഇല്ലാ മിൻ ഖിബലിഹിമാ, ആ മാതാപിതാക്കൾ വഴിയാലുണ്ടായ കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ, അവര് മരണപ്പെട്ടാലും ആ കുടുംബ ബന്ധം ചേർക്കല. ബാപ്പ മരണപ്പെട്ടു പോയി, ബാപ്പാക്ക് പ്രായമുള്ള ഒരു പെങ്ങളുണ്ട്, ആ പെങ്ങളുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയതാണ്, ആ പെങ്ങൾക്ക് മക്കളില്ല, ഒറ്റപ്പെട്ട ജീവിതമാണ്. ബാപ്പ മരണപ്പെടലോടെ ആ ബന്ധം തന്നെ മുറിച്ച് പിന്നെ നിന്റെ അമ്മായിയെ ബാപ്പയുടെ പെങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കലല്ല, അവര് ഉണ്ടായ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾ പൂർണ്ണമായും കാത്തു സൂക്ഷിക്കലാ. ഇതൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരോടുള്ള ബാധ്യതയായി ശേഷിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഒക്കെ ഹക്ക് പോലെ പൂർത്തീകരിക്കാൻ തൗഫീക്ക് തരട്ടെ. പിന്നെ ഇത് പറയുമ്പോൾ രണ്ടാമതൊരു ഭാഗം പറയാനുള്ളത്, പലപ്പോഴും പല മക്കളും വാപ്പാക്കുമ്മാക്കും എതിരാകുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ്. അവരുടെ സ്വഭാവം കൊണ്ടാണ്. പരമാവധി മക്കളെയൊക്കെ ഒരുപോലെ കാണുക, മക്കളുടെ മക്കളെയും ഒരുപോലെ കാണുക, ആൺമക്കളുടെ മക്കളെയും പെൺമക്കളുടെ മക്കളെയും ഒരുപോലെ കാണുക. ചിലവരോടൊരു പ്രത്യേക സ്നേഹം, ചിലവർക്കൊരു പ്രത്യേക സൽക്കാരം, ചിലവർക്ക് പ്രത്യേകം പാർസലാക്കി കൊടുക്കുക. ഇതൊക്കെ കുടുംബത്തിൽ തന്നെ വിള്ളലുകളും അസൂയയും ഉണ്ടാവാൻ കാരണമാകും. അതൊക്കെ ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കണം. അങ്ങനെയാണ്, അതൊക്കെ ശ്രദ്ധിക്കന്നെ വേണം. അല്ലെങ്കിൽ വലിയ പൊല്ലാപ്പുണ്ടാവും. ഒരു തുറന്ന മനസ്സ്, എല്ലാവരും ഒരുപോലെ കാണുക, എല്ലാവർക്കും ഒരുപോലെ ചെയ്തു കൊടുക്കുക. ഈ ഒരു രീതി നമ്മളില്ലാതെ പോയാൽ ആ കുടുംബം തകരുന്നതിൻ്റെ കാരണക്കാരായി മാതാപിതാക്കൾ മാറിപ്പോകും. അങ്ങനെ ഒരു വേറെ കണ്ണുകൊണ്ടൊന്നും കാണരുത്. ചിലപ്പോൾ ചില മക്കളെ കൊണ്ട് നമുക്ക് വലിയ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, അത് മറ്റോന് ചിലപ്പോൾ ചെയ്യാൻ കഴിയൂല. എന്നാലും നമ്മളെ വാക്കിലും പ്രവർത്തനത്തിലും അത് കാണിക്കരുത്. അവൻ ഒറ്റക്കുള്ളപ്പോൾ അവനോടാവാം, എല്ലാവരും കൂടി ഉള്ളപ്പോൾ അവനെ പുകഴ്ത്തുക, അവനെ പ്രശംസിക്കുക, അവൻ വരുമ്പോഴത്തേക്ക് സൽക്കരിക്കുക, അവൻ്റെ കുടുംബത്തെ സൽക്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കിടയിൽ അകൽച്ചയും വിള്ളലും ഉണ്ടാകാനൊക്കെ അത് കാരണമാകും. അപ്പോൾ പിന്നെ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി മാതാപിതാക്കളായി മാറുകയും ചെയ്യും. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചതുപോലെ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു വാനോളം ഉയർത്തട്ടെ. അവരുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസ് വളരെ പ്രധാനപ്പെട്ട മജ്ലിസാണ്. കാരണം അള്ളാഹുമായുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമാവണം എന്നാണ് ഖുർആൻ പറയുന്നത്. ആ വിഷയം പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹു ഈ മജ്ലിസ് അവൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ട് പൊതിയുന്നൊരു മജ്ലിസായി സ്വീകരിക്കട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഒരല്പം തേൻകുപ്പികൾ ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഉമ്മാനെയും ബാപ്പാനെയും മനസ്സിൽ വിചാരിക്കുക, അവർക്കെല്ലാ ഖൈറും കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പം തന്നെ ഒരു ഖബൂലിയത്ത് അല്ലാഹു നമുക്ക് തരും. ആ ഒരു മനസ്സോടുകൂടെ ഈ ഒരു സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു കുപ്പി തേന് കൊണ്ടുപോകണം. പക്ഷേ ഒരു കാര്യം, അത് വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമല്ല, അത് വെറുതെ കൊണ്ടുപോയിട്ട് അങ്ങ് കുടിക്കുകയല്ല. അത് ഈ മജ്ലിസിൽ നിന്ന് ഏറ്റവും നല്ല ഒരു മരുന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനെന്ത് വേണം? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഖുർആൻ അതിലേക്ക് ചേർക്കണം.
എങ്ങനെ ഖുർആൻ അതിലേക്ക് ചേർക്കുക? അലൈക്കും ബിഷിഫാഇൻ, 2 ഷിഫ നിങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് അൽ ഖുർആനോ ഖുർആനാൻ. ആ ഖുർആനിലെ ഏറ്റവും വലിയ ഷിഫ ഫാത്തിഹയാണ്. ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ഫാത്തിഹ ഷിഫയാണ്. പിന്നെ വൽ അസ്ലു, തേനുവാൻ, 2ാമത്തെ മരുന്ന്. അപ്പം തേനിൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ പെട്ടെന്ന് രോഗങ്ങൾക്ക് ഷിഫ കിട്ടും, ആ മരുന്ന് കഴിച്ചാലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മജ്ലിസിൽ നിന്ന് ഈ തേന് കൊണ്ടുപോകുന്നവർക്ക് ഇതെന്നേക്കും ഏറ്റവും വലിയൊരു മരുന്നാവണം. അതിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും കുടിക്കുന്നവർക്ക് ക്യാൻസർ എന്ന രോഗം വരരുത്. അതിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും കഴിക്കുന്നവരുടെ കിഡ്നിക്കൊരു തകരാറുണ്ടാകരുത്. അവർക്ക് നാഡിനരമ്പിനൊരു ബ്ലോക്ക് ഉണ്ടാകരുത്. അവരുടെ കാഴ്ചൻ്റെ കമ്മി ഉണ്ടെങ്കിൽ അത് തീർന്നു കിട്ടണം. അള്ളാഹു ആ നിയമത്തൊക്കെ നിലനിർത്തി കൊടുക്കുകയും വേണം. അവരുടെ ബോഡിക്ക് നല്ല റാഹത്ത് കിട്ടണം, അവരുടെ മനസ്സിന് നല്ല റാഹത്ത് കിട്ടണം, കുടുംബജീവിതം സമ്പൂർണ്ണ സന്തോഷത്തിലാവണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. അതിനുശേഷം ഈ തേനൊരു കുപ്പി നിയ്യത്ത് ചെയ്തിട്ട് വാങ്ങുക. ആ തേനിൽ ഉളുവെടുത്തിട്ട് 33 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ആ തേനിലൂതുക. ആ തേന് വെറും വയറ്റിൽ കഴിക്കും ചെയ്യുക. 3 ദിവസം തുടർച്ചയായി കഴിക്കണം. തേന് കഴിക്കുന്നതിൻ്റെ അദബിൽ മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം വെറും വയറ്റിൽ തുടർച്ചയായിട്ട് കഴിച്ചാൽ എന്ത് മുസീബത്ത് ഒഴിവായി കിട്ടണമെന്നാണോ അവൻ വിചാരിക്കുന്നത്, ആ മുസീബത്ത് അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയിക്കോളൂ. 33 ഫാത്തിഹ ഓതിയിട്ട് ഊതുക. അതൊരു വീട്ടിലേക്കൊന്നാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ വീട്ടിലുള്ളവരൊക്കെ ഓതി ഊതണം. ഇനിയിപ്പോൾ അതിന് മാത്രം നേരമൊന്നുമില്ലല്ലോ. ഒന്നു എടുത്തിട്ട് ഒരാൾ 33 ഫാത്തിഹ ഓതുക, ഞാൻ ഓതിയിട്ടുണ്ട്, നിങ്ങളെപ്പോഴാ സമയമുള്ള വെച്ചാൽ ഒന്നു എടുത്തിട്ട് ഓതി ഊതണം എന്ന് പറയുക. എല്ലാവരും കൂടി ഊതുക. വെറും വയറ്റിലൊരു സ്പൂണ് കഴിക്കുക. അള്ളാഹു ഖുർആനിലൂടെ ഇജാസത്ത് തന്ന മരുന്നാ മനുഷ്യന്മാരെ ഇത്. യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഇതിൽ ഷിഫുണ്ട്. അള്ളാഹു ഇത് ഏറ്റവും വലിയൊരു ഷിഫയാക്കട്ടെ. ഇത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ മരുന്നായി അള്ളാഹു കബൂലാക്കട്ടെ. ഇതെത്തുന്ന വീട്ടിൽ നല്ല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും അള്ളാഹു കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും നല്ല മനസ്സോടുകൂടെ ഒരു 3 സലാത്ത് ചൊല്ലി ഇത് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ചൊല്ലിയ സ്വലാത്ത് കബൂലാക്കണേ അല്ലാ. ഈ സലാത്ത് ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിൽ നിന്ന് ആര് പ്രതീക്ഷയോടുകൂടെ ഈ തേന് വാങ്ങുന്നുവോ ഇത് കഴിക്കുന്നുവോ അവരെ നീ ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് കാക്കണേ അല്ലാ. കിഡ്നിയുടെ തകരാറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടാനാണോ അവരാഗ്രഹിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെയും തീർത്തു കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ അല്ലാ. ഖൈറായ ജോലി നൽകണേ അല്ലാ. കടങ്ങളെ വീടാൻ കാരണമാക്കണേ അല്ലാ. പ്രതിസന്ധികളൊക്കെയും പരിഹരിക്കണമേ അല്ലാ. വിദേശത്തുള്ളവര് പലരുമുണ്ട് റഹ്മാനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും അല്ലാ. ഇലാഹായ റബ്ബേ അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. അവരുടെ സ്വഭാവം നന്നാവാൻ, അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും ഒക്കെ ഒന്ന് കൂടിക്കിട്ടാൻ, ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് സന്തോഷം കിട്ടാൻ ഇത് നീ ഒരു സബബാക്കണേ അല്ലാ. ഇതെത്തുന്ന വീട്ടിലല്ല സന്തോഷവും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. എന്താണോ ഓരോരുത്തരുടെയും മുറാദ് അതങ്ങ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.
വലിയൊരു വിലയൊന്നും ഞാൻ പറയണില്ല. ഇനി ഞാൻ പറയുന്ന വില അത് കയ്യിൽ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തോളൂ. ഇനി ഇപ്പം എല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങാതിരിക്കണ്ട. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർക്ക് പിന്നെ എത്തിച്ചു കൊടുത്താൽ മതി. അള്ളാഹു താല ഇത് വലിയൊരു ഹദിയയായി കബൂലാക്കട്ടെ. വലിയൊരു സംഖ്യ ഒന്നും പറയുന്നില്ല, ഒരു 501 റുപ്യ പറയട്ടെ. ഏയ് ഉണ്ടെന്നില്ലല്ലോ പഠിച്ചവനെ, ഇതിലുള്ള ഉഷാറൊക്കെ പോയോ? ഒരു 501 റുപ്യ ഇൻഷാ അല്ലാഹ് ഒരു കുപ്പിക്ക് നിർദ്ദേശിക്കുകയാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ സംഘാടകർ ഇങ്ങോട്ട് വരുത്ത് ബുദ്ധിമുട്ടാണ്, സംഘാടകരായിട്ട് എത്തിച്ചു കൊടുത്താൽ മതി. അതേ കാര്യം ഹൈറാവുക. ആവശ്യമുള്ളവർക്കൊക്കെ വേഗം ഓരോ കുപ്പി എല്ലാവർക്കും, ആവശ്യമുള്ളവരെന്നല്ല എല്ലാവരും അങ്ങോട്ട് വാങ്ങിക്കോളൂ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാണ്ട് എടുത്തോളി, ഒക്കെ എടുത്തോളി, ഒക്കെ കൊണ്ടുപോയിട്ട് വേഗം കൊടുത്തോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേറ്റവും വലിയ ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടാനൊരു കാരണമാക്കട്ടെ. അള്ളാഹു അതെല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ശിഫയാക്കി കൊടുക്കട്ടെ. സുഹൃത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടിയൊക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആ തേൻകുപ്പി എല്ലാവർക്കും ഓരോ കുപ്പി കൊടുക്കി. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. വലത്തെ കയ്യിൽ കിതാബ് വാങ്ങാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും അള്ളാഹു കൊടുക്കട്ടെ. ഇതെല്ലാ രോഗങ്ങൾക്കും അള്ളാഹു പൂർണ്ണമായ ഒരു ശിഫയാക്കി കൊടുക്കട്ടെ. ഈ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളുമൊക്കെയായി കഴിയേണ്ട അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സഹോദരിമാർക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു അത് പൂർണ്ണമായ ഒരു ശിഫയാക്കട്ടെ. മക്കളെയൊക്കെ ആ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടാൻ അള്ളാഹു ഇത് കാരണമാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ അവരിൽ നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയുണ്ടെങ്കിലൊക്കെ അള്ളാഹു നീക്കിക്കളയട്ടെ. എല്ലാവരും അതിൽ 33 ഫാത്തിഹ ഊതിയിട്ട് വെറും വയറ്റിൽ ഒരു സ്പൂണ് കഴിച്ചോളൂ. ഇൻഷാ അള്ളാഹ് ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് അതേറ്റവും വലിയൊരു ഫലപ്രദമായിരിക്കും, നല്ല മരുന്നായിരിക്കും. അള്ളാഹു സ്വീകരിച്ച് തരട്ടെ. പിന്നെ ഈ ഒരു പരിപാടിയുടെ പിന്നിൽ പ്രവാസികളുടെ നല്ല ഒരു പങ്കുണ്ട്. ഈ പരിപാടിയിൽ ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, നാളെ മഹ്ശറയിൽ ആദ്യത്തെ ചോദ്യം, എടോ അലം നുസഹിഹ് ലക ജിസ്മക, നിനക്ക് നല്ല ആരോഗ്യമുള്ള തടി തന്നില്ലേ, നീ എന്തിന് ചെലവഴിച്ചു എന്നായിരിക്കും ചോദ്യം. അപ്പോൾ അള്ളാഹിനോട് നമുക്ക് പറയാം, നിൻ്റെ ദീനിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല പോലെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വരണം. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഗാനമേള പോലെയുള്ള പരിപാടികൾ അതിനൊന്നും നമ്മൾ ഭാഗവാക്കാകരുത്. അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിലേ നമുക്ക് ഖൈറുണ്ടാകുള്ളൂ. അള്ളാഹു എല്ലാ ബറക്കത്തും നമുക്ക് തരട്ടെ. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു 11 സ്വലാത്തും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലി ഹദിയ ചെയ്ത്, മരണപ്പെട്ടവർക്ക് വേണ്ടി അല്പം തഹ്ലീലും ചൊല്ലി ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. ഇരുന്ന് തന്നെ ചൊല്ലിയാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹി വസല്ലം. ചൊല്ലിയ സലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അതിപ്പോൾ തന്നെ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്തോടുകൂടെ പിരിയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് പ്രതീക്ഷയോടെ ആ തേന് കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹു അതെല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ശിഫയാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതെല്ലാവരും വാങ്ങിക്കോളൂ.
501 റുപ്യാണ് ഞാൻ പറഞ്ഞത്. അതിന്നിപ്പോൾ കയ്യിലില്ലെങ്കിൽ പിന്നെ സൗകര്യം പോലെ സംഘാടകരെ ഏൽപ്പിച്ചാൽ മതി. ഇനി അതിനൊന്നും കഴിയൂല, പക്ഷേ ഒരു മജ്ലിസിൽ നിന്ന് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തതാണല്ലോ, പക്ഷേ അത് കൊടുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കഴിവിനനുസരിച്ച് കൊടുത്തോളൂ. റബ്ബിനറിയാമല്ലോ. അല്ലാഹു തആല ഒക്കെ കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുത്തിട്ടത് വാങ്ങിക്കോളൂ. പിന്നെ മരണപ്പെട്ടവരോടുള്ള ബാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്. അവരൊക്കെ നിയ്യത്ത് ചെയ്ത് ഒരു 20 തഹ്ലീലും കൂടെ ചൊല്ലി അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ വാക്കെന്നെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ആ സമയത്ത് സ്വർഗം കണ്ട് സ്വർഗത്തിലേക്കെന്ന ഉറപ്പോടെ സന്തോഷത്തോടെ ഈ വാക്ക് ചൊല്ലാൻ വിധി തരണേ അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയതിൻ്റെ കൂലി ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിലവർക്ക് എല്ലാവിധ സന്തോഷവും റാഹത്തും നീ നൽകണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാണ് പലരും പ്രത്യേകം ദുആ ചെയ്യാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ മുറാദുകളൊക്കെ മനസ്സിൽ വെക്കുക. അല്ലാഹു തആല ഒക്കെ ഹാസിലാക്കി തരട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ദൂരത്തുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് പോരി. അല്ലാഹു തആല ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീക്ക് തരട്ടെ. അവയ്ക്കിലുള്ളവരൊക്കെ ഒന്ന് അടുത്ത് നിന്നോളി. മജ്ലിസിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാഹു എല്ലാ ഖൈറും നമുക്ക് തരട്ടെ. എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മളെ ഈമാൻ കൂടാനുള്ളൊരു കാരണമായി അല്ലാഹു കബൂലാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ നമുക്കോ കുടുംബത്തിനോ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിലെ ഈ ആമീൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ അല്ലാഹു തട്ടിമാറ്റട്ടെ. പരമാവധി ഒന്നും അടുത്ത് നിന്നോളി. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇലാഹായ റബ്ബേ, ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയണേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും നിറവേറ്റണമേ അല്ലാ. വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിൻ്റെ കറപുരണ്ട കൽബുമായ ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് പടച്ചോനെ. അല്ലാഹുവേ, ഇജാബത്ത് നൽകണേ അല്ലാ.
പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പലരും. അല്ലാഹുവേ, പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വയറ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, നാഡിനരമ്പുകൾ സംബന്ധമായ, അസ്ഥികൾ സംബന്ധമായ, മൂത്ര സംബന്ധമായ, ബ്ലീഡിംഗ് പോലെയുള്ള അലർജി സംബന്ധമായ, പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാ രോഗങ്ങളും നിന്റെ ഖുർആന്റെ ഫള് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളുമൊക്കെയായി കഴിയേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹ് നബി ഒന്ന് കൈയുയർത്തിയപ്പോ കരിമ്പാറക്കുള്ളിൽ നിന്ന് ജീവനുള്ള ഒട്ടകത്തെ പുറപ്പെടുവിച്ച റബ്ബാണ് നീ. നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ അല്ലാഹ്. മക്കളില്ലാത്തവരീ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ അല്ലാഹുവേ, അവർക്കൊക്കെയും സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന മക്കളെ പരിപൂർണ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ പഠനത്തിൽ പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ ഞങ്ങളെ കുടുംബത്തിൽ മക്കളിലൊക്കെ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ അല്ലാഹ്. പെൺമക്കൾക്ക് അവരെ നല്ല പോലെ നോക്കുന്ന സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാഹ്. ഇലാഹായ നാഥാ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഖൈറായ നിലയിൽ വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സമയത്തൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഇലാഹായ റബ്ബേ, ഇജാബത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ, ബന്ധുക്കൾ, രക്ഷിതാക്കൾ പലരുമുണ്ട് വിദേശത്ത്. റഹ്മാനെ, കണ്ണെത്താ ദൂരത്തവരെ കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. ഹലാലായ ഖൈറായ സമ്പാദ്യവുമായി നാട്ടിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിക്ക് ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അറബിയുടെയും കഫീലിന്റെയും ഒക്കെ ദുസ്വഭാവം കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ഇഖാമ കിട്ടാതെ തനാസുൽ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാം ഈ മജ്ലിസിൽ വെച്ച് നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാഹ്. അതിലൊക്കെ ഖൈറായ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരീ സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്നവർ, വസ്ത്രം തന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാ. അവരുടെ കഥയെന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഖബർ അവർക്ക് സമ്പൂർണ്ണ സന്തോഷമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളും ഒരു ദിവസം മരിക്കുമല്ലോ. ഞങ്ങൾ മരിച്ചു എന്ന വാർത്ത നാട്ടിൽ പരക്കുമല്ലോ. ഞങ്ങളെ മരണ വാർത്ത കേട്ട് പലരും ഒരുമിച്ച് കൂടുമല്ലോ അല്ലാഹ്. മൂടിപ്പുതച്ച് കിടത്തിയ ഞങ്ങളെ മുഖത്ത് നിന്ന് മുണ്ട് നീക്കി മുഖം കണ്ട് പലരും മാറി നിൽക്കുകയാ. അല്പനേരം കഴിഞ്ഞാലതാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്നു, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, 3 കെട്ടും കെട്ടി 6 കാലുള്ള കട്ടിലിലേക്ക് ഞങ്ങളെ മയ്യത്തെടുത്ത് വെച്ച് അനവധി തവണ ഞങ്ങൾ കഥ പറഞ്ഞ് നടന്ന വഴിയിലൂടെ അന്ന് ഞങ്ങളെ കിടത്തിക്കൊണ്ട് പോകുന്നു അല്ലാഹ്.
പള്ളിയിലെത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിസ്കരിച്ച് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ കാട്ടിലേക്കാണ്, പള്ളിക്കാട്ടിൽ. അല്ലാഹുവേ, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഈ വാക്കുച്ചരിച്ച് മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുകയാ, കഫം പുടയുടയാ, കെട്ടഴിക്കുകയാ, ഈ കബള മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാ. മൂടുകല്ലോരോന്നോരോന്നും വെച്ച് ഖബറിൻ്റെ പണി പൂർത്തിയാക്കി പരിസരത്തുള്ളവരൊക്കെ ഞങ്ങളെ തനിച്ചാക്കി സലാം പറഞ്ഞ് പിരിയുകയാ. ഈ കൂട്ടത്തിലിനി ആരാ ആദ്യമായ ഖബറിലെത്തുന്നതെന്ന് അല്ലാഹുവേ നിനക്കറിയല്ലോ. ഖബർ ഞങ്ങൾക്ക് സന്തോഷാക്കി തരണേ അല്ലാ, ഖബർ റാഹത്താക്കി തരണേ അല്ലാ. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളങ്ങളെ കൊണ്ട്, പുഴുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഖബറാക്കരുതേ പടച്ചോൻ. ഖബറിൽ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷാക്കണേ റബ്ബേ. ഹംസ എന്നൊരു സഹോദരൻ മരണപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖബർ റാഹത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ സാധുക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. ഈ കൂട്ടത്തിലാർക്കെങ്കിലും നീ നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റണേ പടച്ചോനെ. ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ റബ്ബേ. ആ സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ച വരുത്തരുതേ അല്ലാ. ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ അല്ലാ. അതിനൊക്കെയുള്ള കാരണമായി അമീനുകൾ കബൂലാക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടിയവർ, ഇതിൻ്റെ പ്രചരണം ഏറ്റെടുത്ത് നിർവഹിച്ചവർ, അല്ലാഹുവേ എല്ലാ വിജയവും ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد